അധ്യാത്മരാമായണം സുന്ദരകാന്ഡം മാർഗവിഘ്നം എന്നുള്ള ഭാഗത്തിലെ സരസമിതിരഭസതരമതനു സുരസാഗിരം സാഹസാത് കേട്ടനിലാത്മജന്മം ചൊല്ലിനാൻ. ഇവിടെയാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അടുത്തത് തുടർന്നുള്ളത് വായിക്കാം നമുക്ക്. അഹമഖില ജഗദധിപനമരഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാ ശോഭാ വരുന്നതുമുണ്ടു ഞാൻ. അഹമഖില ജഗദധിപനമരഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവ ശോഭ വരുന്നതുമുണ്ടു ഞാൻ. ശ്രീ ഹനുമാൻ സീതാന്വേഷണത്തിനായിട്ട് സമുദ്രലംഘനം ചെയ്ത് പോകുന്ന വഴിക്ക് ഹനുമാന്റെ ബലവേഗങ്ങൾ എല്ലാം അറിയണം, ഒന്ന് പരീക്ഷിച്ചറിയണം എന്ന് ദേവന്മാർ ആഗ്രഹിച്ച് അവർ സുരസയോട്, നാഗമാതാവായ സുരസയോട് ആ ഹനുമാന്റെ സുഖഗതി മുടക്കാൻ പറയാണ്. തടുത്തു നിർത്തിയിട്ട് അവൻ്റെ ബലവീര്യങ്ങളൊന്ന് പരീക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു. സുരസ അതുപോലെ ഹനുമാന്റെ മാർഗത്തിൽ തടഞ്ഞു നിന്ന് പറഞ്ഞു, ഇതിൽ പോകുന്ന ആളുകളൊക്കെ എൻ്റെ ഭക്ഷണമാണെന്ന് ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടു. അത് അല്പം കോപിഷ്ഠയായ മട്ടിലാണ് പറഞ്ഞത്. സരസമിതി രഭസതരമനു സുരസാഗിരം സാഹസാത് കേട്ട് അനിലാത്മജൻ ചൊല്ലിനാൻ. ശരി, ഹനുമാന്റെ മറുപടിയാണ് ഇവിടെ. അഹം അഖില ജഗദധിപൻ അമരഗുരു ശാസനാൽ. ശരിക്കും ഒറ്റ വാക്കായിട്ടാണ് എടുക്കേണ്ടത്. അഖില ജഗദധിപൻ അമരഗുരു ശാസനാൽ എന്നാണ് വേണ്ടത്. ആശു സീതാന്വേഷണത്തിന് പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ട് അദ്യ വാ സ്വഹ വാ, രണ്ട് വാക്കാണത്. സ്വഹ വാ, അത് സംസ്കൃത സന്ധി പ്രകാരം ശിവോവ എന്ന് പറയും. വരുന്നതും ഉണ്ട് ഞാൻ, വരുന്നതുമുണ്ട് ഞാൻ. അഹം ഞാൻ അഖില ജഗദധിപനായ അമരഗുരുവിന്റെ ശാസനാൽ, കൽപ്പനയനുസരിച്ച് ആശു വേഗം തന്നെ സീതാന്വേഷണത്തിന് പോകുന്നു എന്ന് പറയുന്നു. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് പോകുന്നു എന്ന് പറയുകയാണ്. ശ്രീരാമനെ തന്നെ അഖില ജഗദധിപനായിട്ടും അമരന്മാർക്ക് പോലും ഗുരുവായിട്ടുള്ളവനായിട്ടുമെല്ലാം സങ്കല്പിച്ചിവിടെ പറയുന്നു. അഖില ജഗത്തിനും സകല ലോകങ്ങൾക്കും അധിപനായിട്ടും അമരന്മാർക്ക് പോലും ഗുരുവായിട്ടും ഇവിടെ പറയുന്നു. ശ്രീരാമനെ പറയുകയാണ് അവിടെ. അഹം അഖില ജഗദധിപൻ അമരഗുരു ശാസനാൽ, ആ അദ്ദേഹത്തിന്റെ ശാസനയനുസരിച്ച്, കൽപ്പനയനുസരിച്ച് ആശു സീതാന്വേഷണത്തിന് പോകുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു, അവളെ നിശിചരപുരി രാക്ഷസന്മാരുടെ പുരി, ലങ്കാപുരി, അവിടയിൽ വിരവിനോട് ചെന്ന്, വിരവ് എന്ന് പറഞ്ഞാൽ വേഗമൊക്കെയാണ് സാധാരണ. ഈ മണിപ്രവാള കവിതകളിൽ ഈ വിരവിനോട്, അമ്പോട്, ഇങ്ങനെ കുറെ വാക്കുകൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഇല്ലാതെ കണ്ടുള്ള ധാരാളം വാക്കുകൾ ഇങ്ങനെ കാണും. ഇതുപോലെ വിരവിനോട്, അമ്പോട്, തിണ്ണം, ചെമ്മേ, ഇങ്ങനെ കുറെ വാക്കുകൾ കാണും. ഇതിൽ കാണില്ല. കൃഷ്ണഗാഥ, കൃഷ്ണപ്പാട്ടിലൊക്കെ ഇതുപോലെ തിണ്ണം, ചെമ്മേ, ചെഞ്ചമ്മേ, ഇങ്ങനെ ചില വാക്കുകളൊക്കെ ഇതിൽ കാണും. ഇടയിലിടയിൽ ഇങ്ങനെ അതിന് കവിതയുടെ ഒഴുക്കിനനുസരിച്ച് കുറെ വാക്കുകൾ വരും. അതുപോലെ നിശിചരപുരിയിൽ വിരവിനോട്, ഇവിടെ പക്ഷേ വിരവിനോട് വേഗത്തിൽ ഒരർത്ഥത്തിലെടുക്കാം. വിരവിനോട് ചെന്ന് കണ്ട്, വിരവിനോട് ചെന്ന്, അദ്യ ഇന്ന്, വാ സ്വഹ വാ, അദ്യ വാ സ്വഹ വാ, ഇന്നോ നാളെയോ എന്നാണ് അർത്ഥം വരിക അതിന്. അദ്യ ഇന്ന്, സ്വഹ എന്ന് പറഞ്ഞാൽ നാളെ, വാ എന്നുള്ളതിന് ഇതല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലത്തെ ഓർ ഇല്ലേ, അത് ആ അർത്ഥത്തിലാണ് വാ എന്നുള്ള അവ്യയം സംസ്കൃതത്തിൽ ഉപയോഗിക്കുക. അദ്യവാ സ്വഹ വാ, ഇന്നോ നാളെയോ. മലയാളത്തിലത്തെ ഓ ഉണ്ടല്ലോ, അതാണ് ഇവിടെ. അദ്യവാ സ്വവ, വരുന്നതും ഉണ്ട് ഞാൻ വരുന്നുണ്ട്, തിരിച്ചു വരേണ്ട ഉദ്ദേശമുണ്ട്. അദ്യവാ സ്വഹ വാ,
ചിലപ്പോൾ കാര്യം ഇന്ന് തന്നെ കഴിഞ്ഞാൽ ഇന്ന് തന്നെ മടങ്ങും. ഇനി അല്ല കുറച്ച് താമസം ഉണ്ടായെന്ന് വെച്ചാൽ നാളെ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അദ്യവ ശ്വഹ വാ വരുന്നതുമുണ്ട്, ഞാൻ വരുന്നുണ്ട്, വരും എന്നുള്ള അർത്ഥത്തിൽ വരുന്നതുമുണ്ട് ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ അഹം അഖില ജഗദധിപൻ അമരഗുരുശാസനാണ്. അതാണ് ഒന്നിച്ചൊരു വാക്കായിട്ട് പറയുന്നു. അഖില ജഗദധിപനായ അമരഗുരുവിൻ്റെ ശാസനാൽ. അല്ലെങ്കിൽ ഇത് ഒറ്റ വാക്കായിട്ട് വേറെ നിൽക്കും. ഞാൻ അഖില ജഗദധിപനാണ് എന്നുള്ള അർത്ഥമൊക്കെ വരും അവിടെ. പിന്നെ അഹം അഖില ജഗദധിപൻ അമരഗുരു ശാസനാൽ, അങ്ങനെയൊക്കെ ഒരു ശരിയല്ലാത്ത വിവക്ഷിതമല്ലാത്ത അർത്ഥങ്ങൾ തോന്നിക്കുന്ന പദച്ഛേദമൊക്കെ വരും. അതിനേക്കാൾ നല്ലത് ഒരു മലയാളം വാക്ക് മലയാളത്തിലുള്ള പ്രത്യയം ചേർത്ത് പിന്നെ അതിൽ അമരഗുരു അല്ലെങ്കിൽ ചേർത്ത് ഒറ്റ വാക്കായിട്ട് പറയാം. എങ്ങനെയാലും കുഴപ്പമില്ല, അർത്ഥം മനസ്സിലായല്ലോ. ഞാൻ അഖില ജഗദധിപനായ അമരഗുരുവിൻ്റെ ശാസനം കൊണ്ട്. മറ്റൊക്കെ വ്യാകരണത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയണതൊക്കെ, ഇടയ്ക്ക് പറയണതൊക്കെ അങ്ങനത്തെയാണ് കാര്യങ്ങൾ. സാരമില്ല, അർത്ഥഗ്രഹണത്തിന് വലിയ പ്രാധാന്യം അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനെ തിരിച്ച് ഇത് ചെയ്യരുതെന്ന് മാത്രം, പിരിക്കരുതെന്ന് മാത്രം, ഇങ്ങനെ പിരിച്ച് മനസ്സിലാക്കരുതെന്ന് മാത്രം. അഹം അഖില ജഗദധിപൻ, ഞാൻ അഖില ജഗദധിപനാണെന്ന് ഹനുമാൻ പറയുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രം. ശ്രീരാമന് വിശേഷണമായിട്ടുള്ളതാണ് അതൊക്കെ, അത്രയേ ഉള്ളൂ. ആശു സീതാന്വേഷണത്തിന് പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് വേഗത്തിൽ ചെന്നുകണ്ട് അദ്യവ അഖില ജഗദീപൻ അമരഗുരു ശാസനാൽ അഹം സീതാന്വേഷണത്തിന് പോകും. ആശു അല്ല, അഖില ജഗദധിപൻ എന്ന് മാത്രം നിർത്തുന്നത്. അമരഗുരു ഇത് രണ്ടും ചേർത്ത് ഒറ്റ വാക്കാക്കിയിട്ടാണ് സംസ്കൃതത്തിലൊക്കെ സാധാരണ രീതി. അതാണ് കുറച്ച് പകുതി സംസ്കൃതം കുറച്ച് മലയാളമാകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരാൻ. ശരി, വായിക്കും. അഹമഖില ജഗദധിപനമരഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവ ശ്വോവ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താത്പര്യമുൾക്കൊണ്ടുവന്നു പൊക്കിടുവൻ. അനിരുതമകതളിരിലൊരു പൊഴുതുമറിവീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പൊക്കിടുവൻ. അനൃതമാകതളിരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. ജനക നരപതി ദുഹിതൃചരിതം ഒറ്റ വാക്കാണ്. ജനക നരപതി ദുഹിതൃചരിതം അഖിലം ദ്രുതം ചെന്ന് രഘുപതിയോട് അറിയിച്ച് ഞാൻ. ഇതൊക്കെ മലയാളം വളരെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. തവ വദനകുഹരമതിൽ അപഗത ഭയാകുലം താത്പര്യം ഉൾക്കൊണ്ട് വന്ന് പുക്കിയിടുവൻ. അടുത്തത് പദം പിരിച്ചു പറയൂ. അനൃതം അകതളിരിൽ ഒരു പൊഴുതും അറിവീല അഹം എന്ന് പറയൂ. അനൃതം അകതളിരിൽ ഒരു പൊഴുതും അറിവീല അഹം ആശു മാർഗം ദേഹി ദേവി നമഃ അസ്തു തേ. പിന്നെ പറയുന്നു, ജാനകി ദേവിയെ കണ്ട് മടങ്ങുന്ന വഴിക്ക് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു കാര്യം കൂടി ചെയ്യണം. സീതാദേവിയെ കണ്ട ശേഷം ആ കണ്ടതായ വർത്തമാനം ശ്രീരാമനോട് അറിയിച്ചിട്ട് നിന്റെ അടുത്തേക്ക് വരാം. ജനക നരപതി ദുഹിതൃചരിതം. ജനക നരപതി എന്നുള്ള വാക്കിന് രാജാവ് എന്നർത്ഥം. നരന്മാരുടെ പതി നരപതി രാജാവ്. ജനക നരപതി ജനകരാജാവിൻ്റെ ദുഹിത എന്നുള്ള വാക്കിന് മകൾ എന്നർത്ഥം. അത് ഋകാരാന്ത ശബ്ദമാണ്. അപ്പോൾ ദുഹിതൃ ചരിതം സമാസത്തിലൊക്കെ വരുന്ന സമയത്ത് ദുഹിതൃചരിതം എന്ന് വരും. വിഭക്തി പ്രത്യേകം മാറ്റുന്ന സമയത്ത് ഋ എന്നുള്ളതാണ് അതിൻ്റെ പ്രകൃതിയായിട്ട് വരിക. അപ്പോൾ ദുഹിത എന്നുള്ളത് ദുഹിതൃ ശബ്ദമാണ് ശരിക്കും. അതുകൊണ്ട് സമാസം വരുന്ന സമയത്ത് ദുഹിതാവിൻ്റെ ചരിതം എന്ന് പറയണമെങ്കിൽ ദുഹിതൃചരിതം എന്ന് പറയേണ്ടി വരും.
നമ്മൾ പറയാറ് മാതൃവന്ദനം എന്ന് പറയാറില്ലേ? പിതൃഭൂമി ഒക്കെ എന്താ? മാതാ, പിതാ, ഇതൊക്കെ ഋകാരാന്ത ശബ്ദങ്ങളാണ്. അതുകൊണ്ടാണ് മാതൃഭൂമി, മാതൃവന്ദനം എന്നൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ പിതാവും ഋകാരാന്ത ശബ്ദമാണ്. ഇതുപോലത്തെ ഋകാരാന്ത ശബ്ദങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രകൃതി ഋ. പ്രഥമ ഏകവചനത്തിൽ പറയുന്ന സമയത്ത് ആ എന്നായിട്ട് മാറും ചെയ്യും, പിതാ എന്നാവും ചെയ്യും. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ജനകനരപതിയുടെ ദുഹിതാവിൻ്റെ മകളുടെ ചരിതം. ജനകനരപതി ദുഹിതൃചരിതം അഖിലം, അഖിലം മുഴുവൻ തന്നെ ദ്രുതം വേഗം തന്നെ ചെന്ന് രഘുപതിയോട് അറിയിച്ച്. രഘുപതി എന്ന് പറയുമ്പോൾ ശ്രീരാമനെ ഉദ്ദേശിച്ച് പറയുകയാണ്. നമ്മുടെ രഘൂണാം പതി, സംസ്കൃതത്തിൽ അതൊരു രീതിയുണ്ട്. രഘു എന്നുള്ള വാക്ക് ആ വംശത്തിൻ്റെ പേരായിട്ട് പറയുന്ന രഘു ഉണ്ടല്ലോ, അത് ബഹുവചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വംശത്തിൽപ്പെട്ട എല്ലാവരെയും കുറിക്കും. രഘുക്കൾ എന്നുള്ളർത്ഥം വരുത്തത്തിൽ വാക്ക് രഘവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വംശത്തിൽപ്പെട്ട എല്ലാവരും എന്നർത്ഥം വരും. അവരുടെ പതി, അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവരാണ് ശ്രീരാമൻ. അതുകൊണ്ട് ശ്രീരാമനെ രഘുപതി എന്ന് പറയുന്നു. രഘുപതിയോട്, ശ്രീരാമനോട് അറിയിച്ച് ഞാൻ. അതുവരെ മനസ്സിലായല്ലോ. ജനകനരപതി ദുഹിതൃചരിതം അഖിലം ദ്രുതം ചെന്ന് രഘുപതിയോട് അറിയിച്ച് ഞാൻ തവ വദനകുഹരമതിൽ, നിന്റെ വദന കുഹരം, കുഹരം പോലുള്ള വദനത്തിൽ, അല്ലെങ്കിൽ വദനത്തിന്റെ അന്തർഭാഗത്ത്, അങ്ങനെ എടുത്താലും മതി. വദനത്തിന്റെ അന്തർഭാഗം, കുഹരം എന്നുള്ള വാക്കിന് അന്തർഭാഗം എന്ന് എടുക്കാം വേണമെങ്കിൽ. ഉദരം കുഹരം എന്നുള്ളതിനൊക്കെ അന്തർഭാഗം എന്നൊരു അർത്ഥം കൂടി പറയാറുണ്ട്. അപ്പോൾ വദനകുഹരമതിൽ, കുഹരം എന്നുള്ള സാധാരണ ഗുഹ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഗുഹ പോലുള്ള ഈ വായയിൽ അർത്ഥം പറയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് മറ്റേതാണ്. വദനകുഹരമതിൽ പറയുമ്പോൾ വദനത്തിന്റെ അന്തർഭാഗത്ത്, ഉള്ളിൽ. അപഗത ഭയാകുലം, വന്ന് പൊക്കിയിടുവൻ പറയുന്നുണ്ട്. വന്ന് പൊക്കിയിടുവൻ, അടുത്ത വരിയിൽ വന്ന് പുക്കിയിടുവൻ. പുക്കുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, പുക്കുക പ്രവേശിക്കുക. പുക്കിയിടുവൻ എന്ന് പറഞ്ഞാൽ പുക്കിയിടുവേൻ, പുക്കിയിടുവൻ എന്നുള്ളതൊക്കെ പ്രവേശിക്കും, ഞാൻ വന്ന് പ്രവേശിക്കും. നിന്റെ വദനത്തിൽ, നിന്റെ വായക്കകത്ത് ഞാൻ വന്ന് പ്രവേശിക്കും. പേടിയൊന്നുമില്ലേ? എനിക്ക് ലവലേശം ഭയമില്ല എന്ന് പറയാണ്. അപഗത ഭയാകുലം, ഈശ്വര കൽപ്പിതമതാണല്ലോ. അതായത് നിനക്ക് ഭക്ഷണമായി തീരണം എന്നുള്ളതാണല്ലോ വിധിവിഹിതം. ഞാനത് അനുസരിക്കാൻ തയ്യാറാണ്. അതിലെനിക്ക് ലവലേശം ഭയവുമില്ല. അപഗത ഭയ ആകുലം, ഭയവുമില്ല. ആകുലം എന്ന് പറയുമ്പോൾ വ്യസനം എന്നർത്ഥം, വ്യാകുലം എന്ന് പറയില്ലേ, അതുപോലെ അപഗത ഭയ ആകുലം, ഭയവും ആകുലതയും വെടിഞ്ഞ് ഇല്ലാതെ കണ്ട് നർത്ഥം വരും. അപഗത ഭയ ആകുലമാം വണ്ണം ഞാൻ എന്ന് മാത്രമല്ല, ഭയവുമില്ല ആകുലതയും ഇല്ല എന്ന് മാത്രമല്ല, താല്പര്യം ഉൾക്കൊണ്ട് നിന്റെ വിശപ്പ് തീർക്കണം എന്നുള്ളൊരു താല്പര്യവും എനിക്കുണ്ട് എന്ന് പറയാണ് ഹനുമാൻ. താല്പര്യം ഉൾക്കൊണ്ട്, മനസ്സിൽ ഒരു താല്പര്യത്തോടു കൂടി തന്നെ, സന്തോഷത്തോടെ അർത്ഥം, നിന്റെ വിശപ്പ് മാറട്ടെ എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ, സന്തോഷത്തോടെ തന്നെ ഞാൻ വന്ന് പുക്കിയിടുവൻ, ഞാൻ നിന്റെ വദനകുഹരത്തിൽ വന്ന് പ്രവേശിച്ചു കൊള്ളാം എന്ന് പറയാണ്. ഇങ്ങനെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടുന്ന് തടി തപ്പാറുണ്ടല്ലോ പതിവായിട്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളല്ല ഞാൻ എന്ന് പ്രോമിസ് ചെയ്യാണ്. അനുരതം അകതളിരിൽ ഒരു പൊഴുതും അറിവീല അഹം, അഹം ഞാൻ. അകതളിരിൽ മനസ്സിൽ നർത്ഥം, അകം എന്നുള്ള വാക്കിന് മനസ്സ്. അകതളിര്, തളിര് പോലുള്ള മനസ്സ്, അതൊരു അലങ്കാര പ്രയോഗമാണ്. സാധാരണ ഇതൊക്കെ കൂടി ചേർത്ത് പറയും. അകം എന്ന് പറയുന്ന സമയത്ത് അകതളിര് എന്നൊക്കെ പറയും. പദകമലം എന്ന് പറയാറുണ്ട്. എല്ലാ സ്ഥലത്തും ഈ താമരപ്പൂവിനൊരു സാദൃശ്യം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതിനൊരു ഭംഗി വാക്കായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ പല സ്ഥലത്തും ഇതിന് ഈ തുച്ഛ രൂപങ്ങൾ എന്ന് പറയും. തുച്ഛ രൂപങ്ങൾ എന്ന് പറയും സാഹിത്യ ഭാഷയിൽ. അതിന് പ്രത്യേകിച്ച് അതിന് അർത്ഥമൊന്നും അവിടെ പറയില്ല. നമ്മൾ തളിര് പോലുള്ള മനസ്സ്, അങ്ങനെയൊന്നും അർത്ഥം പറയില്ല അതിന്. അകതളിരി പറഞ്ഞാൽ മനസ്സിൽ മാത്രമേ അർത്ഥം പറയുള്ളൂ അവിടെ. അപ്പോൾ അകതളിരി, എൻ്റെ മനസ്സിൽ അനൃതം, അസത്യം, അനൃതം എന്നുള്ള വാക്കിന് അസത്യം, ഒരു പൊഴുതും അറിവിയില്ല. ഒരു കാലത്തും, തമിഴ് വാക്കാണത് ഒരു പൊഴുത്. ഒരു പൊഴുതും കവിത, പഴയ മലയാള കവിതയിലൊക്കെ ഉണ്ട് ഒരു പൊഴുത്, അത് പൊഴുത്. പൊഴുത് എന്ന് പറയുന്ന സമയത്ത് വാക്കിന്റെ അർത്ഥം സമയം എന്നാണ്. പൊഴുത്, സമയം അർത്ഥം. തമിഴിൽ നമുക്കറിയാം പൊഴുതുപോക്ക് എന്ന് പറഞ്ഞാൽ നേരം പോക്കാണ്. പൊഴുതുപോക്ക് എന്നൊക്കെ പറഞ്ഞ, അപ്പോൾ പൊഴുത് സമയം,
അതുപൊഴുത് ഇവിടെ ഒരു പൊഴുതും ഒരു കാലത്തും അറിവീല. ഞാൻ എൻ്റെ മനസ്സിൽ അനൃതത്തിന് സ്ഥാനമേ ഇല്ല, അസത്യത്തിന് സ്ഥാനമേ ഇല്ല. അപ്പം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് താല്പര്യം. ഞാൻ പറഞ്ഞ വാക്ക് മാറില്ല. അനൃതാം ആകാതളീതിയിൽ ഒരു പൊഴുതും അറിവീല അഹം. അപ്പം എൻ്റെ വാക്ക് സത്യമായിട്ടെടുത്തോളൂ. ഞാൻ സത്യമായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ദേവി ആശു മാർഗം ദേഹി, എനിക്ക് വേഗം വഴി തരൂ, ഞാൻ പോകട്ടെ. ആശു മാർഗം ദേഹി ദേവി നമോസ്തുതേ. നിനക്ക് ഒരു നമസ്കാരം. ഞാൻ പോട്ടെ. നമസ്കരിക്കരുത്. നമസ്കരിച്ചവിടെ നിൽക്കുന്നു. അപ്പം ആദ്യം തന്നെ അവിടെ ഒന്ന് വരുതിയിൽ വരുത്താനാണ് ആദ്യം പറയുന്നത്. ആരാണ്? അഖില ജഗദധിപൻ അമര ഗുരു ശാസന ശ്രീരാമൻ. അദ്ദേഹത്തിൻ്റെ ശാസനമാണ്. അഖില ജഗദധിപനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിനാണ് ഞാൻ പോണത്. എന്നെ തടഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഭാവത്തിൽ പറയില്ലേ. പോലീസ് പിടിച്ചാൽ ഭരണകക്ഷിക്കാരൻ എന്താ പറയുക? ഞാൻ ആരാന്നറിയോ? എൻ്റെ അമ്മാവൻ ഇവിടുത്തെ MLA ആണെന്ന് പറയും. അതുപോലെ ഇവിടെ അഖില ജഗദധിപൻ്റെ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തൽക്കാലം അവളൊന്ന് മയങ്ങൂല, ഒരു ഇത് വരൂല, ഒരു മയം വരൂല. മയങ്ങലല്ല, ഒരു മയം വരല്ലേ. അതിനു വേണ്ടിയിട്ടാണ് അഹം അഖില ജഗദധിപൻ അമര ഗുരു ശാസനാൽ ആശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ട് അദ്യവ ശ്വഹവ വരുന്നതുകൊണ്ടു ഞാൻ. പിന്നെ ജനകനരപതി ഇതുവരെ വായിച്ചല്ലേ? ജനകനരപതി തൊട്ടാണ് വായിക്കേണ്ടത്. ജനകനരപതി ദുഹിതൃചരിതം. ജനകനരപതിയുടെ ദുഹിതം, സീതാദേവി ജാനകിയുടെ ചരിത്രത്തെ അഖിലം മുഴുവൻ തന്നെ ദ്രുതം വേഗം ചെന്ന് രഘുപതിയോട് അറിയിച്ച് ഞാൻ നിന്റെ വദനകുഹരത്തിൽ ഭയം ആകുലം ഒന്നും കൂടാതെ കണ്ട് താല്പര്യത്തോടു കൂടി തന്നെ വന്ന് പ്രവേശിച്ചു കൊള്ളാം. അകതളിരിൽ എൻ്റെ മനസ്സിൽ അനൃതം ഒരു കാലത്തും ഒരു പൊഴുതും അറിയാത്തവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നർത്ഥത്തിൽ പറയുന്നു. ആശുമാർഗം ദേവി നമോസ്തുതേ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരം അതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പുക്കിടുവൻ. അതുണ്ടോ? അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലകമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. വാക്കുകൾക്ക് അനാവശ്യമായിട്ട് സ്ട്രെസ് ഒരിക്കലും കൊടുക്കരുത്. ഒരു ഈവൻ ഇതിൽ വായിച്ചു പോയാൽ മതി. അനൃതമകതളിരിൽ ഒരു പൊഴുതും, അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഒരു പൊഴുതും നല്ല, ഒരു പൊഴുതും നല്ല, ഒരു പൊഴുതും. അവിടെയാണ് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കണം. അനൃതമകതളിരിൽ ഒരു പൊഴുതും, ഒരു പൊഴുതും ഒരിക്കലും പറയുമ്പോൾ അവിടെയാണ് കൊടുക്കേണ്ടത്. ശരി, പറഞ്ഞത് മാത്രം. അടുത്തത് വായിക്കാം. തദനു കപികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊഴുക്കരുതേതുമേ മനസി തവ സുദൃഢമിതിയതി സപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. തദനു കപികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. അതിനർത്ഥം പറയാം. തദനു പറയൂ. തദനു കപികുലവരനോട്, അത് ചുരുങ്ങിയിട്ട് കപികുലവരനോട് നാവും. അവളും ഉര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുത് ഏതുമേ. തദനു അതിനെ തുടർന്ന് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് കപികുലവരനോട്, കപികുലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഹനുമാനോട് അവളും സുരസയും ഉര ചെയ്തു പറഞ്ഞു. ഉര ചെയ്തിതു എന്നൊക്കെ പറയും. തദനു കപികുലവരനോട് അവളും ഉര ചെയ്തിതു. എന്താ പറഞ്ഞത്? ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. അദ്യവാശോഭ, അതുവരെയൊന്നും കാക്കാൻ വയ്യ, വിശന്നിട്ട് വയ്യ എനിക്ക്. ദാഹവും വിശപ്പും സഹിച്ചൂടാ എനിക്ക്. നീ പറഞ്ഞില്ലേ അദ്യവാ ശോഭ വരുന്നത്, അതുവരെയൊക്കെ കാത്തു നിൽക്കാൻ വയ്യ, ശരിയാവില്ല എനിക്ക് പറയാം.
വയ്ക്കും. തടനു കപികുലവരനുടവളും ഉര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. മനസി തവ സുദൃഢം ഇതി യതി തവ മനസി, നിന്റെ മനസ്സിൽ ഇതി സുദൃഢം, ഇത് തന്നെയാണ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ ഭക്ഷണം കഴിക്കണം നീ ഉറപ്പിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സപതി സാദരം വാവിളർന്നീട് എന്ന് മാരുതി ചൊല്ലിന. ശരി, വാവിളർന്നോ, ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, വാവിളർന്നോ എന്ന് മാരുതി ചൊല്ലിനാൻ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലും ഒരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരവദന വിവരമുടനാകുലം അദ്ഭുതമായ 5 യോജന വിസ്തൃതം. അതിവിപുലമുടലും ഒരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരവദന വിവരമുടനാകുലം അദ്ഭുതമായ 5 യോജന വിസ്തൃതം. ഉടനെ ഹനുമാൻ എന്ത് ചെയ്തു? അതിവിപുലം അതിവിപുലം ഉടലും ഒരു യോജനായാമമായി ആശുഗനന്ദനൻ നിന്നതു കണ്ട് അവൾ അതിലധികതരവദന വിവരമോടെ അനാകുലം അദ്ഭുതമായി 5 യോജന വിസ്തൃതം. ശരി, അതിവിപുലം ഉടലും ഒരു യോജനായാമം. ആയാമം എന്നുള്ള വാക്കിന് ദൈർഘ്യം, നീളം എന്നൊക്കെ അർത്ഥം വരും. യോജനായാമം, ഒരു യോജന നീളത്തിൽ ഉയരത്തിൽ അങ്ങോട്ട് ഹനുമാൻ തൻ്റെ ശരീരത്തെ വിപുലമാക്കി. വിപുലം എന്ന് പറഞ്ഞ സമയത്ത് വിസ്താരവും തടിയും ഒക്കെ ഉദ്ദേശിച്ച് വിപുലം എന്നുള്ള വാക്ക് പറയണം. വെറുതെ നിന്ന് നിൽപ്പിൽ ആ കൃഷി ഒരു നീളത്തിൽ അങ്ങനെ യോജനായാമമായതല്ല, അതിനൊത്ത വണ്ണത്തോടും കൂടിയിട്ടാണ് ഇവിടെ അതിവിപുലമുടൽ, അത് വലുതായിട്ടുള്ള ഉടൽ, അതൊരു യോജന ആയാമം, ഒരു യോജന നീളത്തിൽ ഉയരത്തിൽ അർത്ഥം പറയാം. അതിവിപുലമുടലും ഒരു യോജന ആയാമമായി ആശുഗനന്ദനൻ. ആശുഗൻ എന്നുള്ള വാക്കിന് വായു എന്നർത്ഥം. ആശുഗൻ, വായു. ആശു ഗമിക്കുന്നത്, അതിൻ്റെ അവയവാർത്ഥതാണ്. ആശു ഗമിക്കുന്നത്, വേഗം പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആശുഗൻ, വായു. ആശുഗനന്ദനൻ, വായുവിൻ്റെ നന്ദനൻ പുത്രൻ. ആശുഗനന്ദനൻ നിന്നതു കണ്ട് ഹനുമാൻ ഒരു യോജന വിസ്തൃതമായിട്ടുള്ള ശരീരത്തോടെ അങ്ങനെ നിന്നത് കണ്ടപ്പോൾ അവൾ ഈ സുരസ എന്ത് ചെയ്തു? അതിലധികതര വദന വിവരമോടെ, അതിനേക്കാളും വലുതായ വദന വിവരം. വദനത്തിന്റെ വിവരം എന്ന് പറഞ്ഞാൽ പൊത്ത്, വിടവ് എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ. അപ്പൊ അത് വിവരം എന്നുള്ള വാക്കിന് അതനുസരിച്ചിട്ടുള്ള അളവോടുകൂടി നിന്നു, വിസ്തൃതിച്ചു. വിവരം ദ്വാരം എന്നൊരർത്ഥം പറയും. അപ്പൊ ഇവിടെ അതിലധികതര വദന വിവരം, വദന വിവരം, വായ പൊളിച്ച സമയത്തുണ്ടായ ആ ഒരു വ്യാപ്തി അതുണ്ടല്ലോ, അത് ഹനുമാന്റെ യോജനായാമത്തെയും ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള വ്യാപ്തിയോടുകൂടിയ വദനമത്തോടെ അവൾ നിന്നപ്പോൾ എങ്ങനെ അനാകുലം, ഒരു വിഷമവും ഇല്ലാതെ കണ്ട്, ഒരു വ്യാകുലതയും ഇല്ലാതെ കണ്ട്, മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ കണ്ട് എന്നൊക്കെ അർത്ഥം വരും. അദ്ഭുതമായി 5 യോജന വിസ്തൃതം നിന്നു. ഇനിയിപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ ഒരു യോജന, കുറച്ചുകൂടി 1.5 യോജന അങ്ങനെയൊന്നുമല്ല നിന്നത്. 5 യോജന വിസ്തൃതമായിട്ട് വായ പൊളിച്ചങ്ങോട്ട് നിന്നു. അതിലധികതരവദന വിവരമുടനാകുലം അദ്ഭുതമായി 5 യോജന വിസ്തൃതം. അതിവിപുലമുടലുമൊരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ
അതിലധികതരവദന വിവരമുടനാകുലം അദ്ഭുതമായഞ്ചു യോജന വിസ്തൃതം. അവിടേക്ക് വേണമെങ്കിൽ അർത്ഥം അറിയുന്ന സമയത്ത് ഒന്ന് ഇത് ചെയ്ത് പറയാം. അദ്ഭുതമായ 5 യോജന വിസ്തൃതം. ഒരു അർത്ഥം അറിഞ്ഞു വായിക്കുകയാണെന്നുള്ള തോന്നൽ വരത്തക്കനെ വായിക്കാം നമുക്ക്. അദ്ഭുതമായ 5 യോജന വിസ്തൃതം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ സൗകര്യം പോലെ. അതൊക്കെ അവനോട് വായിക്കുന്നവരുടെ മനോധർമ്മം പോലെ. വേണ്ടാത്ത സ്ഥലത്ത് സ്ട്രെസ് ചെയ്യരുത്. നല്ല ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം എടുത്തു പറയാം, സ്ട്രെസ് ചെയ്യാം. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാൾ 20 യോജന വായുമായി. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരൂപതു യോജന വായുവായി. സംസാരിക്കും, വായിക്കൂ. പവനതനയനും അതിന് ജഡിതി പെട്ടെന്ന് തന്നെ ദശയോജനാപരിമിതി 10 യോജന അളവ്. പരിമിതി എന്നുള്ള വാക്കിന് അളവ് നർത്താണ്. ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി പറയുമ്പോഴാണ് നമ്മൾ പരിമിതി എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, അങ്ങനെ അർത്ഥമില്ല സംസ്കൃതത്തിൽ. അതിന് പരിമിതി എന്ന് പറഞ്ഞാൽ അളവ് നർത്ഥം, ചുറ്റളവ് നർത്ഥം. പരിമിതി ചുറ്റളവ്, അളവ്. ദശയോജന പരിമിതി കലർന്നു കാണായ അനന്തരം, കാണായോരനന്തരം. കാണായി എന്ന് പറഞ്ഞാൽ കാണാവുന്ന അവസ്ഥയിലായി. അതിന് അനന്തരം, കാണായ അതിന് അനന്തരം. അവിടെ ഒരു എന്നൊക്കെ വരും. അതൊക്കെ ഈ കാവ്യഭംഗിയിൽ കാവ്യഭാഷയിൽ വരുന്ന അഡിറ്റീവ്സ് ആണ്. അഡീഷണൽ ചില വാക്കുകൾക്ക് ഇങ്ങനെ കടന്നു വരും. കാണായോരനന്തരം. ആ കവിതയുടെ ഒരു ഒഴുക്കിനും ഭംഗിക്കും വേണ്ടി ചേർക്കുന്നതാണ് ഒക്കെ. കാണായോരനന്തരം. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി തന്റെ മനസ്സിൽ ഗുരു കുതുകമൊട്. ഗുരു എന്നുള്ള വാക്കിന് വലുതായ, കനമേറിയ, വലുതായ എന്നൊക്കെ അർത്ഥം വരും. ഗുരു കുതുകമൊട്, കൗതുകത്തോടുകൂടി. ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാൾ എങ്ങനെ 20 യോജന വായുമായി. നിന്നാൾ 20 യോജന വായുമായി. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരൂപതു യോജന വായുവായി. വായുമായി അല്ലേ? വായുമായി, യോജന വായുമായി. ശരി. മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മൈവിനാൻ അലമലമിതയം അമലൻ അരുതു ജയമാക്കുമെന്ന് 50 യോജന വാപിളർന്നീടിനാൾ. മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ അലമലമിതയമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാപിളർന്നീടിനാൾ. പദം പിരിച്ചു പറയൂ. മുഖകുഹരം. മുഖകുഹരം. അതിവിപുലം. അതിവിപുലം. ഇതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. 30 യോജന വണ്ണമായി മേവിനാൻ. അലം. ഇത് അയം അമലൻ. അരുത് ജയം ആർക്കും എന്ന്. ഇതൊന്ന് ഈ വരി ഒന്ന് വായിച്ചു പഠിക്കാം. അലമലമിതയം അമലൻ അരുതു ജയമാർക്കും. ചിലപ്പോ നാവ് ആലാമലം എല്ലാം ഇതായിട്ട് വരുന്ന നാക്ക് വഴങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അലമലമിതയം അമലൻ അലം മതി. അലം അത് അർത്ഥം പറഞ്ഞില്ല അല്ലെ? 50 യോജന വാപിളർന്നിടാൻ. മുഖകുഹരം. ഹനുമാൻ ഇതങ്ങോട്ട് കണ്ടില്ലേ? എന്താ ഈ 20 യോജനമായി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഹനുമാൻ കണ്ടു. ഹായ്, എന്താ ഇത്? മുഖകുഹരം അതിവിപുലം. ഇത്ര വലിയൊരു വായോ എന്ന് പറഞ്ഞത് ഹനുമാൻ. അതിന്റെ മുഖകുഹരം അതിവിപുലം ഇതി കരുതി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാരുതി ഹനുമാൻ 30 യോജന വണ്ണമായി മേവിനാൻ. 20-ന് പിന്നെ ഒരു 50% കൂടി കൂട്ടി
30 യോജന വണ്ണമായി. വണ്ണം എന്നുള്ള വാക്കിന് ഈ വണ്ണം വലിപ്പം എന്നുള്ള അർത്ഥത്തിലുള്ള വണ്ണം അല്ല കേട്ടോ. 30 യോജന വണ്ണം അങ്ങനെയാണ്. 30 യോജന അളവ്, 30 യോജനയാം വണ്ണം എന്ന് പറയില്ലേ, പ്രകാരം എന്നുള്ള അർത്ഥത്തിലുള്ള വണ്ണമാണത്. അല്ലാതെ ഹനുമാൻ വണ്ണം വെച്ചു എന്നുള്ള അർത്ഥം. 30 യോജനയാം വണ്ണം, ആകും വണ്ണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഭാഷയിൽ. ആ വണ്ണമാണ് ഇവിടെ. അപ്പോൾ യോജന വണ്ണം ഒന്നിച്ച് 30 യോജന വണ്ണം ഒന്നിച്ചുകൊണ്ട് പറയണം നമ്മളത്. ഒന്നിച്ചൊരിതാണ്. അങ്ങനെ ആയി മേവിനാൻ. മേവിനാൻ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു എന്നർത്ഥം. 30 യോജന വണ്ണമായി മേവിനാൻ എന്നു അവിടെ. ഇതും കൂടി കണ്ടപ്പോൾ സുരസ മനസ്സിൽ വിചാരിച്ചു, ആലാം മതി. ഏതായാലും ഇവന്റെ മതി, ഇവന്റെ ബുദ്ധിയും ബലവും പരീക്ഷിക്കാനാണല്ലോ എന്നെ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ മതി, അലം. വെറുതെ ഇങ്ങനെ അയാൾ, ഞാൻ വായ വിളിക്കുക, അയാൾ അതിനേക്കാൾ വലുതാ നീക്കുക, ഞാൻ പിന്നെയും വായ വിളിക്കുക, അയാൾ അലം. ഇത് മതി, ഈ കളി മതിയാക്കുക എന്ന് മനസ്സിൽ തോന്നിയിത്രേ. ആലാമീത് അയം അമലൻ. ഇവൻ അമലനാണ്, ഇവൻ നിർമ്മലനാണ്, ഇവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഭാവത്തിൽ പറയാണ്. ഇവനെ ഒരു വിധത്തിലും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത് തീരുമാനമായി ആർക്ക്? സുരസയ്ക്ക്. ഇത് ഈ തീരുമാനം ആവാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞയച്ചത്. അപ്പം അവൾക്ക് മനസ്സിൽ ബോധ്യമായി, ഇവൻ അമലൻ, ഇവൻ നിർമ്മലനാണ്, ശുദ്ധഹൃദയനാണ്, നല്ല മനസ്സിൽ സർവ ഗുണസമ്പന്നനാണ്. ഈ വക ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരാളെ ആർക്കും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അരുതു ജയം ആർക്കും, അരുത് ജയം ആർക്കും തന്നെ ഇവനോട് മത്സരിച്ച് ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു ഭാവം ആണ് ഇവിടെ പറയുന്നത്. ആലാം ഇത് അയം അമലൻ അരുതു ജയമാർക്കും, ഇവന്റെ നേരെ എതിർത്ത ആർക്കും ജയം കിട്ടില്ല എന്നൊരർത്ഥം പറയാം. അല്ലെങ്കിൽ ഇവനോട് പൊരുതിട്ട് എനിക്ക് ജയിക്കാൻ പറ്റില്ല, അങ്ങനെയും അർത്ഥം. ഇതിൽ രണ്ടാളും ജയിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു അർത്ഥവും പറയാം. അരുതു ജയമാർക്കും, അലമല, അതുകൊണ്ട് കളി അവസാനിപ്പിക്കുക. അങ്ങനെയുണ്ടല്ലോ, അയാളും ജയിക്കാൻ പോകുന്നില്ല, ഞാനും ജയിക്കാൻ പോകുന്നില്ല. അരുതു ജയമാർക്കും. അരുത് എന്നുള്ള വാക്കിന് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ജയം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് അവിടെ. ഒന്നുകിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഹനുമാൻ ഒരു ഇവാലുവേറ്റ് ചെയ്തതായിട്ടും പറയാം. എന്ത്? അയം അമലൻ, ഇവനോട് ജയം ആർക്കും അരുത്, ഇവനോട് എതിർത്ത് ഇവനോട് മത്സരിച്ച് ആർക്കും ജയിക്കാനാവില്ല. അങ്ങനെ ഒരു അർത്ഥവും എടുക്കാം, രണ്ടർത്ഥവും എടുക്കാം. അലമലമീതയം അമലൻ അരുതു ജയമാക്കുമെന്നത്. എന്നാലും ഫൈനൽ ലാസ്റ്റ് വളർകൾ 50 യോജന വളർന്നിരുന്നാൾ മാക്സിമം അവളുണ്ട്. പിന്നെ ഒരു 50 യോജന കളി അവസാനിപ്പിക്കണമല്ലോ, അത് തൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ വിചാരിച്ച് 50 യോജന വിളർന്നിരുന്നാൾ. അതുപൊഴുത് ആ സമയത്ത് പവനസുതൻ, ആര്? ഹനുമാൻ, അതികൃശ ശരീരനായി, വളരെ ചെറിയ ശരീരമായി മാറിയതാണ്. എത്രത്തോളം ചെറുത് എന്നാണെങ്കിൽ അങ്കുഷ്ഠമാത്രനായി, ഒരു പെരുവിരലിന്റെ അളവിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചെറുതായി. ബലൂണിൽ കാറ്റ് പോവില്ലേ എന്ന പോലെ അങ്കുഷ്ഠമാത്രനായി ഉൾപ്പുക്ക് അരുളിനാൻ. ഉൾപ്പുക്ക് അകത്ത് പ്രവേശിച്ച്, ഇവളുടെ വദനകുഹരത്തിൽ പ്രവേശിച്ച് അരുളിനാൻ എന്നുള്ള വാക്കിന് ഈ ഹനുമാൻ വന്ദനീയനായിട്ടുള്ളൊരു ഇതാണല്ലോ, ഒരു ദേവന് തുല്യമായിട്ട് സ്ഥാനമാണ് നമ്മൾ ഹനുമാന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾപ്പുക്ക് എന്നുള്ളതിന് ഒരു ആചാരവാക്കായിട്ട് ഉൾപ്പുക്കരുളിനാൻ എന്ന് പറയുകയാണ്. അത് ദേവന്മാർക്ക്, ഈ നമ്മൾ ആരാധ്യപുരുഷന്മാർക്കൊക്കെ പറയുന്ന സമയത്ത് അരുളി, ചെയ്തരുളി, എഴുന്നരുളി എന്നൊക്കെ പറയും. ആള് ദേവൻ എഴുന്നള്ളി എന്ന് പറയുന്ന സമയത്ത് എഴുന്നരുളി എന്നൊക്കെ പറയും. അതുപോലെ ഓരോ സന്ദർഭത്തിലും ചിലപ്പോൾ ഈ അരുളി എന്നുള്ള വാക്ക് ചേർക്കും, ഒരു ആചാരവാക്കായിട്ട് ചേർക്കും. അതുപോലെയാണ് ഇവിടെ. ഉൾപ്പുക്കരുളിനാൻ, ഉൾപ്പുക്ക് അകത്ത് കടന്നു എന്ന് മാത്രം അർത്ഥം. ഉൾപ്പുക്കരുളിനാൻ ബഹുമാനത്തോടുകൂടി പറയുന്നു. അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ, അല്ലാതെ അരുളിനാന്ന് പറഞ്ഞ് പിന്നെ ഹനുമാൻ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, അതല്ല മനസ്സിലാക്കണം. ആചാരവാക്കാണത്. ഉൾപ്പുക്കരുളിനാൻ ഇല്ലേ? അത് പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. മുഖകുഹാര വായിച്ചു.
മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ അലമലമിതയമമലനരുതു ജയമാർക്കുമെന്നൻപതു യോജന വാപിലർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യനായി അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. തദനുലഘുതരമവനുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. തദനു അനന്തരം ലഘുതരം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ, ലഘു ക്ഷിപ്രം വേഗം എന്നൊക്കെ അർത്ഥം വരും. ലഘുതരം പെട്ടെന്ന് തന്നെ അവനും ഉരുതര തപോബല, ഉരുതരമായ വലുതായ, ഉരുതരം എന്നുള്ള വാക്കിന് വളരെ വലുതായിട്ടുള്ള തപോബലം കൊണ്ട്, തപോബലം ഹേതുവായിട്ട് അതുള്ളത് കൊണ്ട് എന്നർത്ഥം. തത്ര പുറത്തു പുറപ്പെട്ട്, അവിടുന്ന് അവളുടെ വായിക്കകത്ത് പോകാനല്ലേ പറഞ്ഞത്, അവിടുന്ന് ചെവി കൂടെ പുറത്തു വന്നു ഒരു കഥ പറയാറുണ്ട്. എന്തായാലും എവിടെ ഏതിലെ പുറത്തു വന്നെന്ന് പറയില്ല. തത്ര പുറത്ത് പുറപ്പെട്ടു, പോയ വഴിക്ക് തന്നെ മടങ്ങി വരുന്നതിന് തെറ്റൊന്നുമില്ല. എങ്ങനെ പോയി എന്നുള്ള ഒരു വിഷയമല്ല ശരിക്കും. തത്ര പുറത്തു പുറപ്പെട്ട് ചൊല്ലിനാൻ. ചില കഥകൾ, നാടൻ കഥകളിലൊക്കെ ശ്രോത്രമാർഗേണ ചെവി കൂടെ പുറത്തേക്ക് വന്നു, വായിക്കൂടെ കടന്നു, ചെവി കൂടെ പുറത്തു വന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, സാരമില്ല, അതൊരു വിഷയമല്ല. തദനു ലഘുതരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, വളരെ എളുപ്പത്തിൽ അങ്ങനെയും അർത്ഥം പറയാം. ലഘുതരം വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ. അവനും ഒരു തപോബല, വളരെ വലുതായ തപോബലം ഉള്ളത് കാരണം തത്ര പുറത്തു പുറപ്പെട്ട് ആ സുരസയുടെ മുഖത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട്, വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചൊല്ലിനാൻ, അവളോട് ഇപ്രകാരം പറഞ്ഞു. തദനു ലഘുതരമവനുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിക ചരണസരസിജുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിക ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. നാഗമാതാവാണ് സുരസ. ആ സുരസയെ വന്ദിക്കുകയാണ് ഹനുമാനിവിടെ. ശൃണു സുമുഖി. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുരസയുടെ മുഖമൊക്കെ വളരെ പഴയ പോലെ അവർക്ക് ചിരി വന്നിട്ടുണ്ടാവും അല്ലേ? സുരസയ്ക്ക് ചിരി വന്നിട്ടുണ്ടാവും. സുമുഖിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു സുന്ദര സുസ്മേരവദനയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ശൃണു സുമുഖി സംബോധന ചെയ്യാണ്. സുമുഖി സുരസുഖപരേ, സുരന്മാർക്ക് സുഖം കൊടുക്കുന്നതിൽ താല്പര്യമുള്ളവർ. സുരന്മാരുടെ ആവശ്യമനുസരിച്ചാണല്ലോ അമ്മ ഇവിടെ വന്നത്. അതിനെ പറയാണ്, അതിനുദ്ദേശിച്ച് പറയാണ് സുരസുഖപരേ, സുരന്മാർക്ക് സുഖമരുളുന്നവളെ, അതിൽ താല്പര്യമുള്ളവളെ. സുരസേ, നല്ല രസത്തോടു കൂടിയവൾ, നല്ല സ്വഭാവമുള്ളവൾ എന്ന അർത്ഥത്തിൽ പറയാണ് സുരസേ. രസം എന്ന് പറയുമ്പോൾ നവരസങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ സുരസേ. ഇപ്പൊ ഈ സമയത്ത് ശാന്തരസത്തോടു കൂടി നിൽക്കുന്നവൾ. സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ. ഭുജംഗം എന്നുള്ള വാക്കിന് പാമ്പ് എന്നർത്ഥം. ഭുജംഗം വളഞ്ഞു വളഞ്ഞു പോകുന്നത് എന്നുള്ള കാരണം കൊണ്ട് ഭുജംഗം. ഭുജം കൊണ്ട് ഗമിക്കുന്നത് എന്ന് ചിലരർത്ഥം പറയും, അബദ്ധാണത്. അങ്ങനെയല്ല, വളഞ്ഞു വളഞ്ഞു പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഭുജംഗം. ഭുജംഗമാതാവേ നമോസ്തുതേ. അവിടെ നമസ്കരിക്കണം. ശരണം ഇഹ ചരണ സരസിജയുഗളം ഏവ തേ. തേ ചരണ സരസിജയുഗളം ഏവ ഇഹ ശരണം. തേ ചരണസരസിജയുഗളം ഏവ ഇഹ ശരണം. തേ നിന്റെ അമ്മയുടെ ചരണസരസിജയുഗളം. ചരണം കാല്, സരസിജം താമര. താമര പോലുള്ള കാല് നേരത്തെ പറഞ്ഞില്ലേ, അതിനൊരു ആചാരവാക്കായിട്ട് പറയുന്നു, ഒരു ഭംഗിപ്പെടുത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ പദയുഗളം, അങ്ങയുടെ കാലടികൾ തന്നെയാണ് ഇഹ ശരണം, എനിക്ക് ശരണം. ഇഹ ശരണം. ശരണം ഇഹ ചരണ സരസിജയുഗളമേവ തേ. ശാന്തേ. ഇപ്പൊ ശാന്തസ്വരൂപിണിയായി കഴിഞ്ഞു. കഠിനതരമലറി എന്നല്ലേ, അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞത്? കഠിനതരമലറി അവൻ അവളോട് രചയിതു. അഭാവമൊക്കെ മാറിക്കഴിഞ്ഞു ഇവിടെ. അപ്പോഴേക്കും എന്താ
ശൃണു സുമുഖിയായി മാറിയിട്ടാണ് ഇപ്പോഴത്തെ നിൽപ്പേ. ഹനുമാന്റെ ഈ ഒരു അത്ഭുത പരാക്രമം, ഈ ഒരു ഔചിത്യബോധത്തോടുകൂടി ഒരു സാമർഥ്യത്തോടുകൂടി കാര്യമൊക്കെ ചെയ്തില്ല. ഇത് ഇന്നപ്പോൾ സന്തോഷമായിട്ടുള്ള നിൽപ്പാണ്. പിന്നെ അതാണ് സുമുഖി എന്നൊക്കെ വിളിക്കുന്നത്. ശാന്തേ, ഇപ്പൊ ശാന്തരൂപിണിയായിട്ട് നിൽക്കുന്നു. ശരണ്യേ, ശരണം പ്രാപിച്ചവരെ കൈവിടാത്തവൾ, ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ളവനാണ് ശരണ്യൻ. ഇവിടെ ശരണ്യ എന്നുള്ള വാക്ക് സ്ത്രീലിംഗം. ശരണം പ്രാപിക്കാൻ യോഗ്യയായിട്ടുള്ളവളെ ശരണ്യേ. നമസ്തേ നമോസ്തുതേ. നമഃ തേ നമഃ അസ്തു തേ രണ്ടുപേരെ അർത്ഥം തന്നെയാണ്. നമഃ തേ. അസ്തു എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്, അതിൽ മറ്റേതിൽ എടുത്തു പറഞ്ഞത് മാത്രം. അപ്പോൾ ശരണമിഹ ചരണ സരസിജുകള വായിച്ചാൽ മതി, വായിച്ചോളാം. ശൃണുസുമുഖി ഋണുസുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിക ചരണ സരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമനദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയുടഖിലമറിയിക്ക തൽക്കോവേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം. പ്ലവക പരിവൃഢവചന നിശമനദ ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. പ്ലവകൻ വാനരൻ, പരിവൃഢൻ ശ്രേഷ്ഠൻ. പ്ലവക പരിവൃഢൻ വാനരശ്രേഷ്ഠൻ. ഹനുമാന്റെ വചനം വാക്ക്, നിശമനം കേൾക്കല്, ദശാന്തരം സമയം. ഹനുമാന്റെ വാക്ക് കേട്ടപ്പോൾ താല്പര്യം. പ്ലവക പരിവൃഢന്റെ വചനത്തെ നിശമനം ചെയ്ത ആ സന്ദർഭത്തിൽ പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു. പേർത്തും വീണ്ടും വീണ്ടും പുനഃപുനഃ അർത്ഥം. പുനഃപുനഃ ചിരിച്ച്, പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. എന്താണ് പറഞ്ഞത്? വരിക തവ ജയം, നിനക്ക് ജയം വരുമാറാകട്ടെ. അതിസുഖേന പോയി ചെന്നു നീ. അതിസുഖേന ഇവിടുന്ന് പോയി ചെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് വല്ലഭാവൃത്താന്തം, വല്ലഭയുടെ വൃത്താന്തത്തെ, ശ്രീരാമന്റെ വല്ലഭയുടെ വൃത്താന്തം, വർത്തമാനം, ചരിത്രം, അവൾക്ക് കഥയൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ, ജാനകിയുടെ കാര്യം, സീതാദേവിയുടെ കാര്യം എല്ലാം ഉള്ളവണ്ണം അവിടെ എന്താണ് നടക്കുന്നത് അതൊക്കെ അതേപോലെ തന്നെ മുതാ സന്തോഷത്തോടു കൂടി ചെന്ന് രഘുപതിയോട് അഖിലം അറിയിക്കുക. രഘുപതി ശ്രീരാമനോട് അഖിലം എല്ലാം തന്നെ അറിയിക്കുക. പോയി അറിയിച്ചോളൂ. അതാണല്ലോ നിന്റെ അതിനുവേണ്ടിയാണല്ലോ നീ പുറപ്പെട്ടിരിക്കുന്നത്. ആ കാര്യം മുഴുവൻ നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കാനുണ്ട്. ശരണ്യേ നമസ്തേ നമോസ്തുതേ, നിന്റെ തൃക്കാഴടിയാണ് എനിക്ക് ശരണം എന്നൊക്കെ പറഞ്ഞല്ലോ, അനുഗ്രഹിക്കാനുണ്ട്. വരിക തവ ജയം, അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തം. ഇവിടെ ചെന്നു എന്നുള്ളത് വേണമെങ്കിൽ തിരിച്ചു ചെന്ന് അർത്ഥം എടുക്കാം. അവിടെ അങ്ങനെ എടുത്താൽ മതി. വരിക തവ ജയം, അതിസുഖേന പോയി സീതയുടെ വൃത്താന്തമെല്ലാം അറിഞ്ഞിട്ട് ചെന്ന് നീ വല്ലഭാവൃത്താന്തം ഉള്ളവണ്ണം മുതാ രഘുപതിയോട് അഖിലം അറിയിക്കും. ചെന്നിന് അവിടെ ചെന്നിന് മറ്റേ ഭാഗത്തേക്ക് എടുക്കാം, തിരിച്ചു ചെന്നിട്ട് എടുത്താൽ മതി. രഘുപതിയോട് അഖിലം അറിയിക്ക തൽക്കോവേന. എന്നിട്ട് പിന്നെ അവിടെ നിർത്തിയാൽ പോരാ, പിന്നെയുണ്ട് പണി കുറെ. എന്താണ്? തൽക്കോവേന, ആ ശ്രീരാമന് ആ സമയത്ത് കോപം വരും. ആ കോപം കൊണ്ട് തന്നെ രക്ഷോഗണത്തെയും ഒക്കെ ഒടുക്കണം. രക്ഷോഗണം രാക്ഷസന്മാരുടെ സമൂഹം. രക്ഷോഗണത്തെയൊക്കെ ഒടുക്കണം, നശിപ്പിക്കണം. രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം. ശരി, വായിക്കും. പ്ലവക പരിവൃഢവചന നിശമനദ ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. പിന്നെ പറയുന്നു, അറിവതിനു തവ ബല വിവേക വേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നേനഹം
നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. അറിവതിനു തവ ബലവിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനകം നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. അറിവതിനു തവ ബലവിവേക വേഗാദികൾ ആതിഥേയന്മാർ അയച്ച് വന്നേൻ അഹം. ആതിഥേയന്മാര് അതിഥിയുടെ പുത്രന്മാര് ദേവന്മാര്. ആതിഥേയന്മാര് ദേവന്മാര്. ആതിഥേയന്മാർ അയച്ചു എന്നെ അയച്ചതാണ്. എന്തിന്? തവ ബല വിവേക വേഗ ആദികൾ അറിവതിന്. ബല വിവേക വേഗ ആദികൾ അറിവതിന് ആതിഥേയന്മാര് അയച്ചിട്ടാണ് അഹം വന്നേൻ, ഞാൻ വന്നത്. അറിവതിനു തവ ബല വിവേക വേഗാദികൾ ആതിഥേയന്മാർ അയച്ചു വന്നേൻ അഹം. സുരസയുടെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു. നിജചരിതം അഖിലം അവനോട് അറിയിച്ച്. നിജചരിതം, തൻ്റെ ചരിത്രം, താൻ ഇത്ര നേരം ചെയ്ത പണി എന്തിനാണ് ഇവിടെ വന്ന് തൻ്റെ ഹനുമാന്റെ വഴി മുടക്കിയത് ഇത്യാദി കാര്യങ്ങളെല്ലാം അഖിലം എല്ലാം തന്നെ അവനോട് അറിയിച്ച് പോയി നിർജ്ജരലോകം. നിർജ്ജരന്മാര് ദേവന്മാര്. നിർജ്ജരലോകം ഗമിച്ച ദേവലോകത്തിലേക്ക് യാത്രയായി. ആര്? സുരസ. സുരസ ദേവലോകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നർത്ഥം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനകം നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപഥി ഗരുഡതുല്യനായി പാഞ്ഞുപാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമചലവരനോടു ചൊല്ലിയിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ. പവനസുതനഥ ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയുമചലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ. പവനസുതൻ ആഥ ഗഗനപഥി ഗരുഡതുല്യനായി പാഞ്ഞ് പാരാവാരമീതേ. പാരാവാരമീതേ ജാതി ചേർക്കൽ. പാരാവാരത്തിനു മീതെ രണ്ടും ചേർത്തിരിക്കണം. സംസ്കൃത വാക്കും മലയാള ഇതും കൂടി ചേർത്ത് രണ്ടും ഒന്നാക്കിയിരിക്കുകയാണ്. പാരാവാരമീതെ ഗമിക്കുമ്പോൾ പവനസുതൻ ഹനുമാൻ അഥ പിന്നീട് ഗഗനപതി ആകാശമാർഗത്തിൽ ഗരുഡതുല്യനായിട്ട്, കർത്തറിയാമല്ലോ എല്ലാവർക്കും, പാഞ്ഞ് വളരെ വേഗത്തിൽ പോയിക്കൊണ്ട് പാരാവാരമീതെ. പാരാവാരം എന്നുള്ള വാക്കിന് സമുദ്രം എന്നർത്ഥം. പാരാവാരം സമുദ്രം. പാരാവാരമീതെ അതിന് മീതെ മുകൾ ഭാഗത്തിലൂടെ ഗമിക്കുമ്പോൾ, പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയും, ജലനിധി സമുദ്രം, അചലവരനോട് ചൊല്ലിയിടിനാൻ. അചലവരൻ പർവ്വതശ്രേഷ്ഠൻ അവനോട് ചൊല്ലിയിടിനാൻ പറഞ്ഞു. ചൊന്നാൻ, ചൊല്ലിയിടിനാൻ രണ്ട് വാക്കുകൾ. ചൊന്നാൻ അതേ അർത്ഥം തന്നെയാണ്. ചൊല്ലിയിടിനാൻ, ഈട് ഒക്കെ ചേർക്കാം. ചൊല്ലിയിടിനാൻ, ചൊന്നാൻ, ചൊല്ലിയിടിനാൻ, രണ്ട് ജാതി പ്രയോഗമുണ്ട്. അചലവരനോട് ചൊല്ലിയിടിനാൻ. ഏതാണ് ഈ അചലവരൻ എന്നാണെങ്കിൽ, ഹിമാലയ പർവ്വതത്തിന് മൈനാകം എന്നു പേരായൊരു പുത്രനുണ്ട്. ആ പുത്രൻ സമുദ്ര മധ്യത്തിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അതിനെന്ത് കാരണം എന്നുണ്ടെങ്കിൽ, പണ്ട് ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നൊരു കാലത്ത് പർവ്വതങ്ങൾ ഇങ്ങനെ പറന്ന് നടന്ന് യഥേഷ്ടം ഇങ്ങനെ പറന്ന് നടക്കുക. എവിടെയെങ്കിലും കുറച്ച് ചിറക് കുഴഞ്ഞു വെച്ചാൽ എവിടെയെങ്കിലും പോയി വീഴാം. അപ്പം അതിൻ്റെ അടിയിലുള്ള ഈ പർവ്വതങ്ങൾ പോയി വിടുന്ന സ്ഥലത്തുള്ള ജനപദങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, ഈ വൃക്ഷലതാദികളും അവിടുത്തെ പക്ഷിമൃഗാദികൾ ഒക്കെ നശിച്ച് ഇതാവും. അങ്ങനെ വന്ന് ജനങ്ങൾക്കൊക്കെ വളരെ ഉപദ്രവമായിത്തീരുന്നു, വല്ലാതെ കഷ്ടമായിത്തീരുന്നു എന്ന് കണ്ടതോടുകൂടി ഒരിക്കൽ ദേവേന്ദ്രന് ക്ഷുഭിതനായിട്ട് വജ്രായുധമെടുത്ത് സകല പർവ്വതങ്ങളിൽ ചിറകരിഞ്ഞങ്ങോട്ട് ഒതുക്കിയത്. അവിടെ ഒരു സ്ഥലത്ത് ഇനി അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഓരോ സ്ഥലത്താണ്ട് ഉറപ്പിച്ച് നിർത്തി. ഇങ്ങനെ ചിറകരിയാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മൈനാകം വന്ന് ചെറിയ കുട്ടിയാണ്.
അത് ഭയപ്പെട്ട് ഓടി ഈ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചു. സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. സമുദ്രം ഈ മൈനാകത്തിന് അഭയം കൊടുത്തു എന്നർത്ഥം. പിന്നെ ദേവേന്ദ്രൻ അതിനെ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. ഓട്ടെ, കുട്ടിയല്ലേ, ഹിമാലയത്തിൻ്റെ സന്താനമാണ്, ശരി എന്ന് പറഞ്ഞ് വിട്ടുവെച്ചു. പിന്നെ അതിനെ ആ അചലവരനോടാണ് ഇവിടെ ജലനിധി ഇപ്പോൾ പറയുന്നത്. ജലനിധിയും അചലവരനോട് ചൊല്ലിയിടിനാൻ. എന്താണ് ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. കവീന്ദ്രൻ ഒരുപാട് നേരമായി ഹനുമാൻ അവിടുന്ന് പുറപ്പെട്ടിട്ട് അവന് ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവും. വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, അവനെ സൽക്കരിക്കണം. അവിടെ ഒന്ന് വിശ്രമിക്കാനുള്ളൊരു ഇടത്താവളം എന്നൊക്കെ പറയില്ലേ, ഇടത്താവളം ഒരുക്കി കൊടുക്കണം നീ എന്ന് പറയാണ്. ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. സകര നരപതി തനയ എന്നെ വളർക്കയാൽ സാഗരം എന്ന് വായിച്ചു. സാഗരം എന്ന് ചൊല്ലുന്നതെല്ലാവരും വായിച്ചു. പവനസുതൻ വായിക്കും. പവനസുതനത ഗഗന ഭരികരുട തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. സകര നരപതിതനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജന ഭവനധിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതൂമിവൻ. ഇടയിലൊരു പതനമവനില്ലതൽ കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. പിന്നെ സമുദ്രം തൻ്റെ ഒരു പൂർവ്വകഥ പറയണം. എന്നെ വളർത്തിയത് സകരൻ എന്ന രാജാവിൻ്റെ പുത്രന്മാരാണ്. സകരൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സകരപുത്രന്മാരാണ് ഈ സമുദ്രം ഉണ്ടാക്കി തീർത്തത്. അതൊരു കഥയുണ്ട് അവിടെ. സകരൻ ഒരു യാഗം ചെയ്യാൻ പുറപ്പെട്ടു, കുതിരയെ ആരോ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. പിന്നെ ഈ കുതിര അന്വേഷിച്ചവർ പോയി ഈ ഭൂമി മുഴുവൻ കുഴിച്ച് കപിലന്റെ അവിടെ എത്തി, അങ്ങനെ ഒരു കഥയുണ്ട്. കപിലമുനി തപസ് ചെയ്യുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇന്ദ്രനൊക്കെയാണത് ഈ കുതിരയെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തുന്നത്. അപ്പൊ ഈ സകരപുത്രന്മാര് 60,000 പേരുണ്ടായിരുന്നു. ആ ഒരു മാന്തിയിട്ടാണ് സമുദ്രം ഉണ്ടായത് എന്നൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സാഗരം എന്ന് പേര് വരുന്നത്. സമുദ്രത്തിന് സാഗരം എന്ന് പേര് വരാൻ കാരണം സകരപുത്രന്മാര് സൃഷ്ടിച്ചതാണ് ഈ സമുദ്രത്തിനെ. അതുകൊണ്ട് അതിന് സാഗരം എന്ന് പേര് പറയുന്നു. ആ കഥ ഓർമ്മിച്ചു പറയാണ്. സകര നരപതി തനയർ, സകരൻ എന്ന രാജാവിന്റെ തനയർ മക്കൾ എന്നെ വളർക്കയാൽ, എന്നെ വർദ്ധിപ്പിച്ചതിനാൽ, എനിക്ക് വിസ്താരമുണ്ടാക്കി തന്നത് അവരാണ്. അത് കാരണത്താൽ സാഗരമെന്നു ചൊല്ലുന്നിത് എല്ലാവരും. എന്നെ എല്ലാവരും സാഗരം എന്നാണ് അവിടെ നിന്ന് വിളിക്കാറുള്ളത്. സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. ഈ സകരന്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് ശ്രീരാമൻ. തത് അഭിജന ഭവൻ. അഭിജനം എന്നുള്ള വാക്കിന് കുലം എന്നൊരർത്ഥമുണ്ട്. അഭിജനം എന്നുള്ള വാക്കിന് തറവാട്, കുലം എന്നൊക്കെ അർത്ഥം വരും. തദഭിജന ഭവൻ, അതിൽ ഭവിച്ചവൻ. തദഭിജന ഭവൻ, തദഭിജന ഭവൻ, ആ സകരന്റെ അഭിജനത്തിൽ ഭവിച്ചവൻ, ഉണ്ടായവൻ, ആ വംശത്തിൽ ജനിച്ചവൻ. അറിയുക, നീ അറിഞ്ഞാലും. രാമൻ തിരുവടി, ശ്രീരാമനെ ഒരു ബഹുമാനത്തോടുകൂടി തിരുവടി എന്ന് പറയുകയാണ്. തദഭിജന ഭവൻ അറിയുക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ. ആ ശ്രീരാമന്റെ കാര്യം ഉദ്ദേശിച്ചിട്ടാണ്, കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ പോകുന്നത്, ഈ ഹനുമാൻ പോകുന്നത്. ഈ ശ്രീരാമന്റെ കാര്യം സാധിക്കാനായിക്കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കടമയുണ്ട്, ശ്രീരാമനെ സഹായിക്കാൻ എനിക്കൊരു ഇതുണ്ട്, ഒരു കടപ്പാടുണ്ട് എനിക്ക് അദ്ദേഹത്തോട് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ഈ ഹനുമാൻ കുറേ നേരമായി അവിടുന്ന് യാത്ര പുറപ്പെട്ട് ആകാശമാർഗേണ യാത്ര ചെയ്യല്ലേ. കാര്യം നടക്കാതെ കണ്ട അയാള് താഴത്തിറങ്ങുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം,
നീ അവന്റെ മാർഗം വരെ ഇവിടുന്ന് ഉയർന്ന ചിറകുണ്ടല്ലോ നിനക്ക്, ചിറക് വീശി അവിടെ ചെന്ന് മുകളിൽ ചെന്ന് ആ ഹനുമാന് സത്കാരം ചെയ്യണം. ഇടയിൽ ഒരു പതനം അവനില്ല. ഇടയിൽ നടുക്ക് വെച്ച് ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ നടുവിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പതനം, പതനം എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമം എന്നർത്ഥത്തിൽ പറയാണ് ഇവിടെ. ഒരു പതനം, ഒരു സ്റ്റോപ്പേജ്, ഇന്റർമീഡിയറ്റ് ഒരു സ്ഥലത്ത് ഒരു പതനം, ഒരു കീഴ്പോട്ടിറങ്ങൽ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. പതനം എന്നുള്ള വാക്കിന് വിശ്രമം, ഇവിടെ കീഴ്പോട്ടിറങ്ങൽ എന്നതിൽ അർത്ഥം എടുക്കാം നമുക്ക്. അവനില്ല, വിശ്രമിക്കുക എന്നുള്ള പരിപാടി ഇല്ലാത്തത് കൊണ്ട് പതനം അവനില്ല. തൽക്കാരണ, ആ കാരണം കൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇച്ഛയാ, സ്വേച്ഛയാ എന്നർത്ഥത്തിൽ പറയുന്നു. ഇച്ഛയാ പൊങ്ങി, ഇവിടുന്ന് പൊങ്ങി തളർച്ച തീർത്തിയിടണം. ഹനുമാന്റെ തളർച്ചയെ തീർക്കണം. ഹനുമാനെ വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത് അവന്റെ തളർച്ച ഇല്ലാതെയാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറയാണ് ഇവിടെ. ഇടയിൽ ഒരു പതനം അവനില്ല, ഇടയിൽ ഒരു പതനം അവനില്ല. തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങി, നീ അവന്റെ മാർഗം വരെ പൊങ്ങി തളർച്ച തീർത്തിയിടണം. അയച്ചോളൂ. സകര നരപതി തനയരെന്നെ വിളി വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തതഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ല, തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയനാലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരിതനയനഹമധിക കവിവീര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരി തനയനഹമധിക കവിവീര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. അപ്പോ കണ്ടാൽ വളരെ സുലഭം, വളരെ എളുപ്പം വായിക്കാൻ തോന്നുന്ന സ്ഥലത്താണ് നാക്ക്. ചിലർക്ക് നാക്ക് ചില സമയത്ത് ശരിയാവില്ല, ഒന്ന് ശ്രദ്ധിക്കണം അവിടെ. മണികനകമയൻ അമലനായ മൈനാകവും. മണികനകമയൻ അമലനായ മൈനാകവും. വായിച്ചു പരിചയമുള്ളവർക്ക് തന്നെ ചിലയിടത്ത് ഇങ്ങനെ കുറച്ചൊരു ഇത് വരും. മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ച് ചൊല്ലിയിടിന. മണികനകമയൻ, സ്വർണവും രത്നവും ധാരാളം നിറഞ്ഞ ഒരു പർവ്വതമാണ് ഈ മൈനാക പർവ്വതം. മണികനകമയൻ അമലനായ നിർമ്മലനായ മൈനാകവും, മൈനാകപർവ്വതം മാനുഷവേഷം ധരിച്ച് ചൊല്ലിയിടിനാൻ. എന്താണ് പറഞ്ഞത്? ഹനുമാനോട്, ഹനുമാന്റെ വഴി തടഞ്ഞ് അതുവരെ ഉയർന്നു പൊങ്ങി എന്നുള്ളതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല കവി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൂടാ. ഉയർന്നു പൊങ്ങി ഒരു മാനുഷവേഷം ധരിച്ച് ഹനുമാനുടെ നേരെ നിന്ന് പറയാണ്. ഹിമശിഖരി തനയൻ അഹം. ഹിമശിഖരി തനയൻ അഹം. ശിഖരി എന്നുള്ള വാക്കിന് പർവ്വതം എന്നർത്ഥം. ഹിമശിഖരി, ഹിമപർവ്വതം. ആരാണ്? ഹിമാലയം. ഹിമാലയത്തിന്റെ തനയൻ, മകൻ. അഹം, ഞാൻ. ഹിമശിഖരി തനയൻ അഹം. അറിക, അറിഞ്ഞാലും. കവിവീര, നീ എന്മേലിരുന്ന്, എന്മേൽ ഇരുന്ന് തളർച്ചയും തീർക്കണോ. ഹനുമാനോട് പറയാം. വായിച്ചു. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരി തനയനകമധിക കപിവീര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. സലിലനിധി സരപസമയയ്ക്കയാൽ വന്നു ഞാൻ, സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകടോ. അമൃത സമജലവും അതിമധുര മധൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. സലിലനിധി സരപസമയയ്ക്കയാൽ വന്നു ഞാൻ, സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. സലിലനിധി സരഭസം അയക്കയാൽ വന്നു ഞാൻ. ഞാൻ സ്വമേധയാ വന്നതല്ല, സമുദ്രമാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് പറയുന്നു. ആ സലിലനിധി സമുദ്രം, സലിലനിധി സമുദ്രം. സരഭസം
തിരക്കിട്ട് ഒരു ഇതോടുകൂടി സംഭ്രമത്തോടുകൂടി നമുക്ക് അർത്ഥം വരും ഇതിന്. അയക്കയാൽ അയച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അർത്ഥം വരും. ശരഭസം, രഭസം എന്നുള്ള വാക്കിന് പെട്ടെന്ന് സംഭ്രമിച്ചിട്ട് നമുക്ക് അർത്ഥം വരും. ഇവിടെ ശരഭസം അയക്കയാൽ വന്നു ഞാൻ. സാധവും ദാഹവും തീർത്ത്. സാധം ക്ഷീണം എന്നർത്ഥം. സാധം എന്നുള്ള വാക്കിന് ക്ഷീണം. അത് വല്ലാണ്ട് ആവുമ്പോഴാണ് വിഷാദമാവുന്നത്. സാധത്തിന്റെ കൂടെ വി എന്നുള്ള ഉപസർഗം ചേർക്കുമ്പോഴാണ് വിഷാദമാവുന്നത്. വിഷാദം, പക്ഷെ വിഷാദം എന്നുള്ള വ്യാകരണ നിയമം അനുസരിച്ച് വിഷാദമല്ല മാറും. വിഷാദം അത് സാധം തന്നെയാണ്. അപ്പോൾ സാധം മാത്രം പറഞ്ഞാൽ ക്ഷീണം എന്നർത്ഥം. സാധവും ദാഹവും തീർത്ത് പോയിക്കൊള്ളുകടോ എന്ന് ഹനുമാനോട് പറയാണ്. സാധാരണ ചിലപ്പോൾ ഈ വളരെ കാര്യമായിട്ട് ക്ഷണിക്കുന്ന ആളുകൾ തരുന്ന സാധനമൊക്കെ കഴിക്കാൻ ചിലപ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. നമ്മൾ പല സ്ഥലത്തും ഇല്ലേ, വളരെ സ്നേഹപൂർവ്വം വളരെ ഇതായിട്ടൊക്കെ സൽക്കാരമൊക്കെ ചെയ്യും. പക്ഷെ അവരുണ്ടാക്കി തരുന്ന സാധനം കഴിക്കാൻ നമുക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഓർമ്മയുണ്ടാവും പലർക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല അവർക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അമൃത സമജലവും, അമൃതന് തുല്യമായിട്ടുള്ള വെള്ളമുണ്ട് ഇവിടെ. അതിമധുര മധുപൂരവും, അതിമധുരമായിട്ടുള്ള മധു, തേൻ ഇത്യാദി. ഇത് പൂരം എന്ന് പറഞ്ഞാൽ ധാരാളം. പൂരം എന്നുള്ള വാക്കിന് സമൂഹാർത്ഥമാണ് പൂരം. മധുപൂരം, ധാരാളം മധുവും. ആർദ്രപക്വങ്ങൾ, നല്ല പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ആർദ്രപക്വങ്ങളാണ് ഇതൊക്കെ. അതായിട്ടുള്ള ഒട്ടും വാടിയിട്ടില്ലാത്ത ഫ്രഷ് ഫ്രൂട്ട്സാണ് ആർദ്രപക്വങ്ങൾ. ആർദ്രം എന്ന് പറഞ്ഞാൽ നനഞ്ഞെന്നാണ് വാക്കിനർത്ഥം. ഇപ്പം ജലമയമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അല്ലാതെ ആകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആകും. നമ്മൾ ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊണ്ട് നീ. ക്ഷീണം തീർക്കാനുള്ള ഭക്ഷ്യപേയങ്ങൾ രണ്ടുമുണ്ട്. ഭക്ഷിക്കാനുണ്ട്, തിന്നാനും കുടിക്കാനുമുള്ള വകയൊക്കെ ഇവിടെയുണ്ട്. നല്ല സ്വാദായിട്ടുള്ള സാധനം തന്നെയാണ്, ഒട്ടും സംശയം വേണ്ട. എന്താണാവോ ഇവിടെ വന്ന് കിട്ടുക, അതൊന്നും അങ്ങനെ വിചാരിക്കേണ്ട. നല്ല സാധനങ്ങളാണ്. ഒക്കെ കഴിച്ച് സുഖമായിട്ട് പോവാം, ക്ഷീണം തീർന്നിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചു. വായിക്കും. സലീലനിധി. സലിലനിധി സരഭസമയൈക്കയാൽ വന്നു ഞാൻ. സാധവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. പക്വം എന്നുള്ള വാക്കിന് പഴം എന്നർത്ഥം. പക്വം പാകമായത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിക. ഇവിടെ പഴം എന്നർത്ഥം. ആലമലമിതരുതരുതു രാമകാര്യാർത്ഥമായ ആശുപോകും വിധൗ പാർക്കരുതെങ്ങുമേ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായ ആശുപോകും വിധൗ പാർക്കരുതെങ്ങുമേ. അലം അലം ഇത് അരുത് അരുത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആലാമാലം അല മതി മതി മതി. സന്തോഷമായി, ഒക്കെ സന്തോഷമായി. സൽക്കാരമൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ സ്വീകരിക്കാൻ, ഇവിടെ തങ്ങാൻ ഉദ്ദേശമില്ല എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്. ആലാമലം ഇത് അരുതരുത്, ഇതൊന്നും ഇതരുതരുത്. ഈ കാര്യം ഇനി എന്നോട് പറഞ്ഞില്ലേ, സാധവും ദാഹവും തീർത്തു പോയിക്കൊള്ളുക, അത് ഇത് അരുതരുത്, അത് ചെയ്യാൻ പാടില്ല. കാരണം രാമകാര്യാർത്ഥമായി ആശു പോകും വിധവും, രാമന്റെ കാര്യത്തിന് വേണ്ടി, കാര്യം നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത്, പോകും വിധവും എന്നുള്ള വാക്കിന് പോകുമ്പോൾ, പോകും വിധവും, അത് മണിപ്രവാള കാലത്തെ ഒരു പദപ്രയോഗ രീതിയാണത്. പോകും വിധവും, പോകുന്ന സമയത്ത് പാർക്കരുതെങ്ങുമേ, എവിടെയും തങ്ങരുത്. ഒരു സ്ഥലത്തും അവിടെ കാലതാമസം വരത്തക്ക വിധത്തിൽ ഒരു ദിവസത്തും താമസിക്കരുത്. പാർക്കരുതെങ്ങുമേ. അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായ ആശുപോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അസന ശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയവിനി വിരവോടിന്നു ഞാൻ പോകുന്നു, ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനാം. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ.
സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു, ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുക എന്നതും, പെരുവഴിയിൽ പോകുന്ന വഴിയിൽ അശന ശയനങ്ങൾ, അശനം ഭക്ഷണം, ശയനം കിടന്നുറങ്ങൽ ചെയ്യുക എന്നതും, പേർത്ത് മറ്റൊന്ന് ഭാവിക്കുക എന്നുള്ളതും, പോണ വഴിക്ക് വേറെന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും അതും കൂടി നടപ്പിലാക്കുക, അതും കൂടി ചെയ്ത് തീർത്തേക്കുക എന്നുള്ള ഭാവത്തിൽ പുറപ്പെടുക, അതൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. സാധാരണ ഓഫീസ് ഡ്യൂട്ടിയിലൊക്കെ പല ആൾക്കാരും പോകാറുണ്ട്. നമുക്ക് ഓഫീസ് ഡ്യൂട്ടി ആയിട്ട് ടൂർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പതിവുള്ള എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്, പോണ വഴിക്ക് അവിടെ എന്തെങ്കിലും ബ്രദറിൻ്റെ വീടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ ഉണ്ട്, അവിടെ കുറച്ച് ഒന്ന് കയറിയിട്ട് പോവാം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇവിടെ ഈ ഒരു കാര്യം കൂടി അവിടെ ഒന്ന് തൊഴാൻ തീർച്ചയാക്കിയിട്ട് ഭാര്യയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുക, ഗുരുവായൂരൊന്ന് തൊഴണം. അങ്ങനെയൊക്കെ ഈ വക കൂട്ടിക്കെട്ടി ഒരുപാട് പരിപാടി പതിവുണ്ട് ആളുകളൊക്കെ. എല്ലായ്പ്പോഴും ഒരു കാര്യാർത്ഥമായി ഓഫീസ് കാര്യമായിട്ട് യജമാനൻ്റെ കാര്യത്തിന് പുറപ്പെടുന്ന ആളായിരിക്കും, പക്ഷെ ആ സമയത്തായിരിക്കും, പുറപ്പെടുന്ന സമയത്തായിരിക്കും ഭാര്യ പറയണത്, ഏതായാലും ആ വഴിക്കല്ലേ നമ്മുടെ ഈ അമ്പലം, ഞാനും വരാം, ഓ ശരി വന്നോളൂ. പിന്നെന്തായി, ഇത് പതിവാണ് സാധാരണ. ഇത് അരുത് എന്ന് പറയാണ് ഇവിടെ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുക എന്നത് അതുപോലും പാടില്ല എന്ന് പറയുന്നുണ്ട് ഹനുമാൻ ഇവിടെ. പേർത്തു മറ്റൊന്നു ഭാവിക്കുക, മറ്റു ചില കാര്യങ്ങളും കൂടി ചെയ്യാൻ പുറപ്പെടുക എന്നുള്ളതും അനുചിതം, ഇത് അറിയുക, അനുചിതമാണ് എന്നുള്ളത് അറിയുക. രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞ് അരുത് ഒന്നുമേ. രഘുകുലതിലകൻ ശ്രീരാമൻ, രഘുകുലതിലകൻ ആ ശ്രീരാമൻ്റെ കാര്യങ്ങൾ അൻപോട് സാധിച്ച്, അൻപോട് എന്ന് പറഞ്ഞാൽ നല്ല പോലെ വേണ്ട പോലെ, ഇരും അൻപോട് എന്നുള്ളതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ വാക്യാലങ്കാരങ്ങളാണ്. അതൊക്കെ എടുത്തൊരർത്ഥം പറയാൻ പറ്റില്ല. എന്നാൽ അത് മാറ്റി നിർത്തിയാൽ ഈ കവിതയുടെ ഭംഗി കിട്ടൂല. അപ്പോൾ അനുചിതമിതരിക രഘുകുലതിലക കാര്യങ്ങൾ അമ്പോടു സാധിച്ചൊഴിഞ്ഞ് അതൊഴികെ അതല്ലാതെ കണ്ട് അരുത് ഒന്നുമേ, മറ്റൊന്നും തന്നെ ചെയ്തുകൂടാ. അനുചിതമിതരിക രഘുകുലതിലക കാര്യങ്ങൾ അമ്പോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. ഇനി പറയുന്നു, വിഗത ഭയം ഇനി വിരവോട് ഇന്ന് ഞാൻ പോകുന്നു. വിഗത ഭയം, എനിക്ക് പേടിക്കൊന്നും വേണ്ട നീ, എനിക്ക് ലവലേശം പേടിയില്ല, എനിക്ക് ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ ഈ പോണ വഴിക്ക് എന്തെങ്കിലും കടലിൽ കുഴഞ്ഞു വീഴുക അങ്ങനെ ഒരു ഭയം ഉണ്ടാവില്ല, എവിടെയെങ്കിലും വീണാലോ എന്നൊരു ഭയം, അതൊന്നും ഇല്ല, എനിക്ക് പേടിക്കണ്ട, നീയും പേടിക്കണ്ട, എനിക്ക് ഭയമില്ല. വിഗത ഭയം ഇനി വിരവോട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ വാക്യാലങ്കാരം എന്ന് പറഞ്ഞില്ലേ, വിരവോട് ഇന്ന് ഞാൻ പോകുന്നു, ഞാനിതാ പുറപ്പെടുകയായി പോണു, എന്നെ തടയില്ല. വിഗത ഭയമിനി വിരവോട് ഇന്നു ഞാൻ പോകുന്നു പറയുന്നു. ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേരാഹം, ബന്ധുവിൻ്റെ സൽക്കാരം, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, ഒക്കെ ശരിയാണ്, എൻ്റെ സൽക്കാരം ഞാനിതാ സ്വീകരിച്ചതായിട്ട് കണക്കാക്കിക്കോളൂ. നിന്റെ സൽക്കാരം ഞാൻ അല്ല തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്, ഞാനത് സ്വീകരിച്ചതായിട്ട് ഇതിനെ കണക്കാക്കിക്കോളൂ. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേൻ, ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു, ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. പവനസുതൻ ഇവയും ഉര ചെയ്ത് തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ഒരു വാത്സല്യത്തോടുകൂടി അങ്ങനെ ഒരു തലോടി കൈകൊണ്ട് പർവ്വതാധീശ്വരൻ, പർവ്വതങ്ങളുടെ അധീശ്വരൻ, ഇത് മൈനാകത്തിലെ പർവ്വതാധീശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അവരെ തലോടിയിടിനാൻ. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞ ഒരു
ഒരു തട്ടിത്തലോടൊക്കെ ചെയ്യണില്ലേ? ശരി. പവനസുതൻ ഇവയും ഉര ചെയ്ത് പറഞ്ഞിട്ട് തൻ കൈകളാൽ പർവ്വതാദീശ്വരനെ തലോടിയിന. പുനഃ അവനും, പദം പിരിച്ചു പറയും, പുനഃ അവനും അനിലസമം ഉഴറി നടകൊണ്ടിതു. പുനഃ അവനും അനിലസമം ഉഴറി നടകൊണ്ടിതു. പുനഃ പിന്നെ അവനും ഹനുമാനും അനിലസമം കാറ്റിനു തുല്യമായിട്ട്, അനിലൻ കാറ്റ്, കാറ്റിനോട് തുല്യമായിട്ട് വളരെ വേഗത്തിൽ നടത്തും. അനിലസമം ഉഴറി സംഭ്രമിച്ചുകൊണ്ട്, കുറച്ച് സമയം വൈകിയിലൂടെ അതിനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ള ഭാഗത്തുള്ള എന്ന് വിചാരിക്കാം നമുക്ക്. നടകൊണ്ടിതു, അവിടുന്ന് വേഗം യാത്രയായി നടത്തും. പുനരവനും അനിലസമം ഉഴറി നടകൊണ്ടിതു. അർത്ഥം മനസ്സിലായല്ലോ? പുനഃ പിന്നെ അവനും ഈ ഹനുമാനും അനിലസമം കാറ്റിനോട് തുല്യമായി, വായുസമം വേഗത്തോടുകൂടി, ഉഴറി സംഭ്രമത്തോടെ, പെട്ടെന്ന് തന്നെ ആലോചിച്ച് നിൽക്കലൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. നടകൊണ്ടിരു യാത്രയായി. എവിടേക്ക്? പുണ്യജനേന്ദ്രപുരം പ്രതി. പുണ്യജനം എന്നുള്ള വാക്കിന് രാക്ഷസൻ എന്നർത്ഥമാണ്. യക്ഷൻ രാക്ഷസൻ ഇവർക്ക് പുണ്യജനം എന്ന് പറയും. വാക്ക് ശ്രദ്ധിക്കുക, പുണ്യജനം എന്നുള്ള വാക്കിന്. ഇതുപോലെ വേറൊരു വാക്കുണ്ട്, പൂർവ്വദേവൻ. പൂർവ്വദേവൻ എന്ന് പറഞ്ഞാലും അസുരൻ രാക്ഷസനൊക്കെയാണ്. പൂർവ്വദേവൻ രാക്ഷസനാണ്. പൂർവ്വദേവൻ ഒരു പുണ്യജനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകളെ ആരെങ്കിലും സംസ്കൃതം അറിയുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇവിടെ കൂടിയിരിക്കുന്ന പുണ്യജനങ്ങളെ ഒന്നും വിളിക്കുകയൊന്നും ചെയ്യരുത്. എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന പുണ്യജനങ്ങളെ വിളിക്കരുത്. കൂട്ടത്തിൽ സംസ്കൃതം അറിയുന്ന ആളാരെങ്കിലും ഉണ്ടെങ്കിൽ അനുസരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. സാധാരണ ജനത്തിനൊന്നും അറിയില്ല. പുണ്യജനം എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്ത ആൾക്കാരെന്ന് വിചാരിക്കുള്ളൂ. അല്ല, പുണ്യജനം എന്ന് പറഞ്ഞാൽ അസുരൻ. പുണ്യജനേന്ദ്രൻ രാവണൻ. പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമ. കുറച്ച് സംഭ്രമം ഉണ്ടായി. ഇത് വഴിയിൽ കുറച്ച് താമസം ഉണ്ടായില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ താമസം ഉണ്ടായി. സുരസയായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ കുറച്ചധികം സമയം പോയി. 1 യോജന, 5 യോജന, 10 യോജന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മത്സരം ഉണ്ടായില്ലോ, കോമ്പറ്റീഷൻ. അതിൽ കുറച്ച് സമയം പോയി. ഇവിടെ ഇയാളുടെ മൈനാകത്തിൻ്റെ സൽക്കാരത്തിൻ്റെ സമയത്തും കുറച്ച് സമയം പോയി. അത് സംഭ്രമ. അത് ആ കാലതാമസം ഉണ്ടായതുകൊണ്ടുള്ള സംഭ്രമത്തോടുകൂടി അദ്ദേഹം വേഗം അവിടുന്ന് യാത്രയായി. തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണിടും ഛായാഗ്രഹിണിയും. അങ്ങനെ പോണ സമയത്ത് ജലനിധി സമുദ്രത്തിൽ അതിഗഭീര, വളരെ ആഴമേറിയ ഒരു പ്രദേശത്തിലായിട്ട് ഒരു ഛായാഗ്രാഹിണി എന്നു പേരായ, ഛായാഗ്രഹിണി നിങ്ങൾ ഇവിടെ കാണുന്നു, സാരമില്ല, ഇല്ലില്ല, ഛായാഗ്രാഹിണി എന്ന് പറയും. ഇവിടെ ഈ വൃത്തത്തിനനുസരിച്ച് ഛായാഗ്രഹിണി, രണ്ടും ശരി തന്നെയാണ്, വാക്ക് ശരി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു അസുര, ഒരു എന്തോ ഒരു പിശാചോ എന്തോ ഒരു സാധനം, സിംഹിക, രാക്ഷസിയാണത്. അസുര സിംഹിക എന്ന് പറയുന്നത് ഇവിടെ. ഛായാഗ്രഹിണി. നിഴല് പിടിച്ച ആകാശത്ത് കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ നിഴല് സമുദ്രത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ നിഴല് പിടിച്ചങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ആൾ ഇങ്ങോട്ട് പോരും. അങ്ങോട്ട് ഇവിടുന്ന് ഒരു കയറിട്ട് വലിച്ച പോലെ ആ മുകളിൽ കൂടെ പറക്കുന്ന എന്തു ഇവിടെ താഴത്തേക്ക് എത്തും. അതാണ് അവൾക്കുള്ളൊരു മായാശക്തിയാണ് അവളുടെ. അപ്പൊ അവൾ ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഇത് നേരത്തും നിഴലെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ ആ നിഴല് പിടിച്ചൊരു വലിക്കും. അത് എന്താ കിട്ടിയെന്ന് വെച്ചാൽ അതിനകത്ത് വിഴുകും. അതാണ് അവളുടെ രീതി. സന്തതം എല്ലായ്പ്പോഴും വാണിടും ഛായാഗ്രഹിണിയും സരിതധിപനുപരി പരിചോടു പോകുന്നവൻ തന്നിഴൽ ആശു പിടിച്ചു നിർത്തിയിട്ടില്ല. സരിതധിപൻ, അതും സമുദ്രത്തിന്റെ പര്യായങ്ങളിലൊന്നാണ്. സരിത്ത് എന്ന് പറഞ്ഞാൽ പുഴയാണ്. സരിത്ത് പുഴ, സരിതധിപൻ. പുഴകളൊക്കെ സമുദ്രത്തിന്റെ പത്നിമാരാണ് എന്നൊരു സങ്കല്പമുണ്ട്, കാവ്യസങ്കല്പമാണ് അതൊക്കെ. പുഴകളൊക്കെ പർവ്വതത്തിന്റെ പുത്രിമാരാണെന്നും സമുദ്രത്തിന്റെ പത്നിമാരാണെന്നും രണ്ട് സങ്കല്പമുണ്ട്. പർവ്വതങ്ങളുടെ പുത്രിമാരാണ് പുഴകളെന്നും സമുദ്രത്തിന്റെ പത്നിമാരാണെന്നും. അപ്പോൾ അതാണ് സരിതധിപൻ എന്ന് പറയുമ്പോൾ സമുദ്രം. സമുദ്രത്തിനുപരി, സരിതധിപനുപരി പരിചോട്. പരിചോട് നല്ല പോലെ ഭംഗിയായിട്ട് എന്നൊക്കെ പറയും വാക്കിനർത്ഥം. പരിചോട് അതും ഈ പറഞ്ഞ പോലെ വാക്യാലങ്കാരമാണ്. പരിചോട് പോകുന്നവൻ തന്നിഴൽ, പോകുന്ന ഹനുമാന്റെ നിഴല് ആ ആശു പിടിച്ചു നിർത്തിയിട്ടാണ്. അവൾക്കും ക്ഷുത്തും വിശപ്പും, എന്താ വിശപ്പും ഉണ്ടേറ്റം എന്നൊക്കെ പറഞ്ഞില്ലേ സുരസ, അതുപോലെ തന്നെ ഇവൾക്കുണ്ടായിരുന്നു. അവള് തന്നിഴൽ ആശു പിടിച്ചു നിർത്തിയിടിനാൾ. വായിക്കൂടെ. തദനു ജലനിധിയിലതിഗഭീരദേശാലയെ
സന്തതം വാണഴും ഛായാഗ്രഹിണിയും സരിതദീപനു പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അവിടെ ചേർത്ത് വായിക്കണം. പോകുന്നവൻ തന്നിഴൽ, അങ്ങനെ ഒന്നിച്ച് വായിക്കണം, നിർത്തരുത്. അല്ല വായിച്ചു പറഞ്ഞു. സരിതദീപനു പരിചോടു പോകുന്നവൻ തന്നിഴലാ വായിക്കരുത്. പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തി. പോകുന്നവൻ തൻ ഒന്നിച്ചു വായിക്കണം. അതേന്ന് പോകുന്നവന്റെ എന്നുള്ള പ്രത്യേകമാണ് അവിടെ. പോകുന്നവൻ തൻ നിഴലാ. അപ്പൊ അത് ധ്വനിക്കത്തക്ക വിധത്തിൽ വായിക്കണം എന്നർത്ഥം. അതായത് ഇപ്പോ സരിതദീപനു പരിചോടു പോകുന്നവൻ തന്നിഴലാശു, അങ്ങനെ വായിച്ചാൽ അങ്ങനെ പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു, അങ്ങനെയല്ലേ തോന്നുന്നത്. തോന്നരുത് എന്നർത്ഥം. അത്രയും പറഞ്ഞുള്ളൂ ഞാൻ. ഒരു അവിടെ വിശ്രാന്തി കൊടുക്കാതെ വായിച്ചു പോവാ. സരിതദീപനു പരിചോട് പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിന. ഗ്യാപ്പ് കൊടുക്കാണ്ട് കുറച്ചിട്ട് വായിക്കാം, അത്രയുള്ളൂ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. ഇത് മുഴുവൻ മലയാളം വാക്കുകളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല. അതുപൊഴുത് മമഗതി, എന്റെ ഗതി പോക്കിനെ മുടക്കിയത് ആര് എന്ന് അന്തരാപാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവസാനം കീഴ്പോട്ടു നോക്കിയിടിനാൻ. കണ്ടപ്പോ എന്താ? അതിവിപുലതര ഭയകര അങ്കി. അതിവിപുലം, വളരെ വലുതായൊരു സ്വരൂപത്തോടു കൂടിയ ഭയമുണ്ടാക്കുന്നവയായ ശരീര അംഗങ്ങളോടുകൂടിയ ഒരുത്തി. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവ് എന്നുള്ള വാക്കിന് കണ്ടപ്പോൾ എന്നർത്ഥം. കണ്ടപ്പോൾ നോക്കും വിധവും എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ കണ്ടളവ്. അംഘ്രിപാതേന, അംഘ്രി എന്നുള്ള വാക്കിന് പാദം എന്നർത്ഥം. അംഘ്രിപാതേന ഒരു ചവിട്ട് കൊടുത്തിട്ട് കൊന്നിയിടിനാൻ തൽക്ഷണേ. എന്നിട്ട് നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയം സിംഹികയെ കൊന്ന് അനന്തരം ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ. ദശവദനപുരിയിലേക്ക് വിരവോട്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞ വാക്യാലങ്കാരമാണത്. പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടുന്ന. അതിന്റെ കാലതാമസം വരുന്നത് ഹനുമാനാണ് നേരെ ദക്ഷിണ ദിക്കിലേക്ക് നേരെ കുതിച്ചങ്ങ് പാഞ്ഞു എന്നർത്ഥം. പിന്നെ അങ്ങനെ അവിടെ എത്തിച്ചേർന്ന കഥ പറയുന്നു. ചരമഗിരി ശിരസി, ഒറ്റ വാക്ക്, ചരമഗിരി ശിരസി ചേർത്ത് എഴുതണം. നമ്മൾ വിട്ടച്ചടിച്ചിട്ട് ചേർത്തെഴുതണം. ചരമഗിരി ശിരസി. ഈ സൂര്യൻ അസ്തമിക്കുന്നത് ഒരു പർവ്വതത്തിലാണ് എന്ന്, ഉദിക്കുന്നത് വേറൊരു പർവ്വതത്തിൽ. ഉദയപർവ്വതത്തിൽ സൂര്യൻ ഉദിക്കുന്നു, അസ്തമന പർവ്വതത്തിൽ ചെന്ന് വീഴുന്നു, അവസാനിക്കുന്നു. ആ ദിവസാവസാനത്തിൽ അവിടെ ചെന്ന് മറയുന്നു എന്നൊരർത്ഥം, ഒരു സങ്കല്പം. അതും കാവ്യസങ്കല്പമാണ്. ഉദയഗിരി എന്നൊരു വാക്ക് പറയും. അസ്തമനഗിരി, അസ്തഗിരീശ്വരമസ്തകസീമനി എന്നൊക്കെ പറഞ്ഞൊരു ഗദ്യ കാവ്യത്തിലുണ്ടത്. ചരമഗിരി ശിരസി, ചരമഗിരി, അതാണ് അവസാനത്തത്. ചരമഗിരി, സൂര്യൻ ചരമം എന്ന് പറഞ്ഞാൽ ചെന്നെത്തുന്ന, അവസാനം ചെന്നെത്തുന്നതാണ് ഈ ചരമം. ചരിച്ച് ചെന്നെത്തുന്ന അതാണ് ചരമം. ചരമഗിരി ശിരസി, അതിന്റെ ഊർധ്വഭാഗത്തിലായിട്ട് രവിയും പ്രവേശിച്ചതു. സൂര്യൻ അവിടെ ചെന്നെത്തി, സന്ധ്യയായി നഷ്ടം. സന്ധ്യ സമയമായി, വൈകുന്നേരമായി ഹനുമാൻ അവിടെ എത്തുമ്പോഴേക്കും ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചതു. അതുപോലെ അതേ സമയം തന്നെ ചാരു ലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും, മനോഹരമായ ലങ്കാപുരിയുടെ ഗോപുരത്തിന്റെ അഗ്രത്തിലായിട്ട് കപീന്ദ്രനും പ്രവേശിച്ചിരു. ചാരു ലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. വായിച്ചോളും. അത് കൊടുത്തു വായിച്ചോളും. ശരി, എന്താണ്? ദശവദനപുരിയിൽ വായിച്ചോളും. ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ.
ചരമഗിരിശിരശിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. ദശപദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമദളയുത വിടവി സങ്കുലം വല്ലീകുലാവൃതം പക്ഷീമൃഗാൻവിതം മണികനകമയമരപുരസദൃശമംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിരു ലങ്കാനഗരം നിരൂപമം. ദശപദന നഗരം അതിവിമലം, അതിവിമല വിപുല സ്ഥലം, അതിമനോഹരമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള വിപുല വിശാലമായിട്ടുള്ള സ്ഥലത്തോടു കൂടിയതായിട്ടുള്ള അതാണ് ദശപദന നഗരം. ദശപദനൻ രാവണന്റെ നഗരമായ ലങ്കാപുരി. ദക്ഷിണവാരിധി മധ്യേ, തെക്കേ കടലിന്റെ മധ്യത്തിൽ മനോഹരം. വളരെ സിമ്പിളാണ് അതൊക്കെ. ദശപദന നഗരം അതിവിമല വിപുല സ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുല ഫല കുസുമദളയുത വിടവി സങ്കുലം. വിടവി വൃക്ഷം, വിടവി എന്നുള്ള വാക്കിന് വൃക്ഷം നഷ്ടം. വിടവി സങ്കുലം, ധാരാളം വൃക്ഷങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ വൃക്ഷങ്ങൾ വിശേഷിപ്പിക്കുന്നു ബഹുല, ധാരാളം, ഫല കുസുമ ദള യുതം, ഇവകളോടുകൂടി ചേർന്നത്. ബഹുലം ധാരാളം, ഫലങ്ങളും കുസുമങ്ങളും ദളങ്ങളും ചേർന്ന വിടവി നിറഞ്ഞ പ്രദേശം. ബഹുല ഫല കുസുമ ദള യുത വിടവി സങ്കുലം വല്ലീകുലാവൃതം, വള്ളി തന്നെ, വള്ളീകുലാവൃതം പക്ഷിമൃഗാൻവിതം. അന്വിതം എന്ന് പറഞ്ഞാൽ ചേർന്നത്. പക്ഷിമൃഗാൻവിതം, പക്ഷിമൃഗങ്ങളോട് ചേർന്നത്. പക്ഷിമൃഗാൻവിതം വല്ലീകുലാവൃതം പക്ഷിമൃഗാൻവിതം എന്ന് പറയുന്നു. പിന്നെ മണികനകമയ, മണികനകമയം, എവിടെ നോക്കിയാലും രത്നങ്ങളും സ്വർണം പതിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ് സർവത്ര. മണികനകമയം, ആകപ്പാടെ നോക്കിയാൽ എന്താണത്? അമരപുര സദൃശം, ദേവലോകത്തിന് തുല്യമായിട്ടുള്ള സ്ഥലമാണത് ഈ നഗരം. അമരപുര, ദേവേന്ദ്രന്റെ നഗരം പോലെ ഇരിക്കുന്നു ഇവിടെ. അമരപുര സദൃശം അംബുധി മധ്യേ, അംബുധി സമുദ്രം, സമുദ്രമധ്യത്തിൽ ത്രികൂടാചല ഉപരി, 3 മുനകളുള്ള 3 ശിഖരങ്ങളുള്ള ത്രികൂട പർവ്വതം. ഇത് മറ്റേ ഗജേന്ദ്രമോക്ഷത്തിൽ പറയുന്ന ത്രികൂട പർവ്വതം അല്ല കേട്ടോ, ഇത് വേറെയാണ്. ത്രികൂട പർവ്വതം, 3 കൊടുമുടികളോട് കൂടിയ ഒരു പർവ്വതം. എല്ലാ ഇതുപോലത്തെ 3 കൊടുമുടികൾ ഏത് പർവ്വതത്തിന് ത്രികൂടം എന്ന് പറയാം. ഇവിടെ ത്രികൂടാചല ഉപരി, അതിന്റെ ഉപരി, അതിന്റെ മുകൾ ഭാഗത്തിലായിട്ട് മാരുതി. അർത്ഥം മനസ്സിലായില്ലേ? ഇതൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. മണികനകമയം, മണികനകമയം, മണി എന്ന് പറയുമ്പോൾ രത്നം. മണികനകമയം ഈ നഗരം മുഴുവൻ. അമരപുര സദൃശം, ദേവപുരത്തിന് തുല്യമായിരിക്കുന്നത്. അംബുധി മധ്യേ, സമുദ്രമധ്യത്തിൽ. ത്രികൂടാചല ഉപരി, ത്രികൂടാചലത്തിന്റെ മുകൾ ഭാഗത്തിലായിട്ട് മാരുതി, മാരുതി ഹനുമാൻ. കമലമകൾ ചരിതം അറിവതിന്, കമലമകൾ ലക്ഷ്മി ദേവിയാണ് സ്വതവേ. ഇവിടെ ഈ ഇതിൽ മുഴുവൻ ലക്ഷ്മി ദേവിയെയും സീതയെയും ഒരേ വാക്കുകൾ കൊണ്ട് പറയും. സീത എന്ന് പറയേണ്ട സ്ഥലത്തൊക്കെ പലപ്പോഴും ലക്ഷ്മി ദേവിക്ക് പറയേണ്ട വാക്കുകൾ, പര്യായങ്ങൾ തന്നെ ഇവിടെ ഉപയോഗിക്കും. കമലമകൾ, കമലത്തിന്റെ മകൾ. കമലമകൾ അവളുടെ ചരിതം, ചരിത്രം, വിവരം അറിയുന്നതിന് ചെന്ന് അൻപോട്. ഈ അൻപോടിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കമലമകൾ ചരിതം അറിവതിനു ചെന്നൻപോട് കണ്ടിതു ലങ്കാനഗരം നിരൂപമം. ഇതിന് ഉപമ ഒന്നും പറയാനില്ല. നിരൂപമം, അനുപമം, നിരൂപമം എന്നുള്ള വാക്കിനൊക്കെ ഇതിന് തുല്യമായിട്ട് മറ്റൊന്നിനെ പറയാനില്ലാതെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് നിരൂപമം. കമലമകൾ ചരിതം അറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. പിന്നെയും അതിലെ വിശേഷണങ്ങൾ, പല പല വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അവിടെ കനകവിരചിത മതിൽ കിടങ്ങും. കനകവിരചിത മതിൽ, ഇതുപോലും അതിന്റെ മതിലുകൾ പോലും സ്വർണ്ണ അലങ്കൃതമാണെന്നുള്ള അർത്ഥത്തിൽ പറയാണ് ഇവിടെ. കനകവിരചിത മതിൽ, പിന്നെ കിടങ്ങും, പലതരം പല വിധത്തിലുള്ള കിടങ്ങുകൾ. ഇങ്ങനെ കിടങ്ങെന്ന് പറഞ്ഞാല് കോട്ടയ്ക്ക് ചുറ്റും ചാല് തോണ്ടിയിട്ട് കുറച്ച് അകലെ വീതിയിലേക്ക് നല്ല ഒരു വലിയൊരു തോടിന്റെ അകലത്തില് കിടങ്ങുണ്ടാകും. കിടങ്ങെന്നാണ് പറയാ അതിന്. വെള്ളം നിറച്ചിട്ടുണ്ടാകും. മുതലേക്ക് പിടിച്ചിടും. ഇതില് ശത്രുക്കൾ അകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് കിടങ്ങ് കുഴിക്കലും. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുണ്ടാകും. ഇവിടെ നമ്മുടെ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരമില്ലേ,
അതിൻ്റെ ചുറ്റും കിടങ്ങുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതിന് ചുറ്റും കിടങ്ങ് കണ്ടിട്ടുണ്ട്. ഒരു 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 10-20 അടി വീതിയിലുള്ളൊരു കിടങ്ങുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തൂർത്ത് ബസ് സ്റ്റാൻഡൊക്കെ നിൽക്കില്ലേ, ആ ഭാഗത്ത് കിടങ്ങുണ്ടായിരുന്നു. അതോടെ കിടങ്ങ് കനകവിരചിത മതിൽ കിടങ്ങും പലതരം കണ്ട് കടപ്പാൻ പണി. എങ്ങനെ അകത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് മാനസേ പരവശതയോട് ജഡിതി പല വഴി നിരൂപിച്ചു. എങ്ങനെ അതിലേക്ക് കടക്കാനുള്ള വഴി ഇങ്ങനെ ഒരു പല വഴി പല വിധത്തിലും ആലോചിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. പല വഴി നിരൂപിച്ചു, പല മാർഗങ്ങളും ആലോചിച്ച് നോക്കി. പരവശതയോട്, അയ്യോ കിടങ്ങ് കണ്ടപ്പോൾ ഹനുമാൻ ഒന്ന് വിഷമമായി. ഇത്ര അവിടെയാണ് അതിലത്തെ തമാശ. നേരം പോക്ക് ഇത്ര ദൂരം ശതയോജനാ വിസ്തൃതം സമുദ്രം കടന്നു വന്ന ആളുകൾ നിന്നിട്ട് കിടങ്ങ് കണ്ടപ്പോൾ കടപ്പാൻ പണി എന്ന് മാനസയിൽ ചിന്തിച്ചു എന്ന് പറയേണ്ടി വേണം. പരവശതയോട് ചെടിതി. പിന്നെ എങ്ങനെയാണത് പല വഴി നിരൂപിച്ചു. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞല്ല, ഹനുമാന്റെ ഈ സമുദ്രം ലംഘിച്ചു വരാൻ വലുതായ രൂപമെടുത്ത് അവിടുന്ന് ഒരു ചാട്ടം ചാടി ഇവിടെ എത്തും, പ്രശ്നമില്ല. ഇവിടെ ആ വലുതായിട്ട് രൂപം എടുത്ത് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. ആരും അറിയാണ്ട് സൂത്രത്തിൽ വേണം അകത്തേക്ക് കിടക്കാൻ. അതാണ് ബുദ്ധിമുട്ട്. ചെറിയ സ്വരൂപമെടുത്ത് ഈ കിടങ്ങ് നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ സമുദ്രം കിടന്നതിനേക്കാൾ പാടാണ് ചെറിയൊരു സ്വരൂപത്തോടു കൂടി ഈ കിടങ്ങ് കിടക്കൽ. അതുകൊണ്ടാണത് കിടങ്ങും പലതരം കണ്ട് കടപ്പാൻ പണി എന്ന് ഹനുമാനെ തോന്നിയതാണ്. മാനസേ പരവശതയോട് ജഡിതി പല വഴി നിരൂപിച്ചു. അവസാനം ചെയ്തു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു. സാക്ഷാൽ ഭഗവാനെ തന്നെ മനസ്സിലങ്ങോട്ട് ചിന്തിച്ചു. ധ്യാനിച്ചു മേവിനാൻ. കുറച്ചു നേരം അങ്ങനെ ചിന്തിച്ചും കൊണ്ട് അവിടെ സ്ഥിതി ചെയ്തു. മേവിനാൻ പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. എന്നിട്ട് അപ്പോഴേക്കും ഏതാണ്ട് രാത്രിയായി. നിശി തമസി രാത്രിയായാൽ നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പൻ എന്നോർത്തു. രാത്രി ആവട്ടെ, സന്ധ്യ ആയിട്ടല്ലേ ഉള്ളൂ. രാത്രി ആവട്ടെ. രാത്രിയായാൽ ഇരുട്ടിന്റെ മറവുണ്ടാവും. തമസി ഇരുട്ടിൽ നിശിചരപുരേ. ഈ നിശിചരപുരന്റെ രാജധാനിയിലേക്ക്, രാവണന്റെ രാജധാനിയിലേക്ക് നിശിചരപുരേ സപ്തമി വിഭക്തിയാണ്. നിശിചരപുരേ. നിശി അതും സംസ്കൃതം തന്നെ. നിട്ട് നിശവും നിശഹനു ഇതാണ് അതിന്റെ ശകാരാന്ത ശബ്ദത്തിന്റെ സപ്തമി ഏകവചനമാണ്. നിശി രാത്രിയിൽ. നിശിചരപുരേ. നിശിചരന്മാർ രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ നിശിചരന്മാർ. അവരുടെ പുരത്തിൽ കൃശരൂപനായി, കൃശം മെലിഞ്ഞ സ്വരൂപത്തോടുകൂടി, നിർജ്ജനദേശി ആളൊഴിഞ്ഞ സ്ഥലം നോക്കി അതിലൂടെ കടപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ കടക്കും. അങ്ങനെ കടക്കാൻ തീർച്ചയാക്കി. രാത്രിയാവട്ടെ, ഇരുട്ടുണ്ടാവും. എന്തായാലും സ്വരൂപവും ചെറുതാക്കി നിർജ്ജന ആളൊഴിഞ്ഞൊരു ഭാഗം നോക്കി അതിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കാം എന്ന് ഓർത്ത് അവൻ. ഓർത്തവൻ എന്നല്ല, ഓർത്ത് അവൻ. അങ്ങനെയാണ് പദച്ഛേദം വരെ. നിജമനസി നിർജ്ജനദേശേ കടപ്പനെന്നോർത്ത് അവൻ നിജമനസി തന്റെ മനസ്സിൽ നിശിചരകുലാരിയെ, നിശിചരന്മാരുടെ കുലങ്ങൾക്ക് അരി ശത്രു ശ്രീരാമസ്വാമിയെ, നിശിചരകുല അരിയെ, നിശിചര കുലങ്ങൾക്ക് അരി ശത്രു അവിടെ ശ്രീരാമസ്വാമി അദ്ദേഹത്തെ ധ്യാനിച്ച് നിർജ്ജരവൈരിപുരം ഗമിച്ചേതിനാൻ. നിർജ്ജരന്മാര് ദേവന്മാര്, നിർജ്ജരവൈരികള് രാക്ഷസന്മാര്. നിർജ്ജരവൈരിപുരം മെല്ലെ ആ നിർജ്ജരവൈരിപുരത്തിലേക്ക് ഗമിച്ചീടിനാൻ. ലങ്കാപുരിയിലേക്ക് മെല്ലെ അങ്ങോട്ട് നീങ്ങി കൃഷരൂപനായിട്ട് മെല്ലെ കുറച്ചങ്ങോട്ട് നീങ്ങി കടക്കാനുള്ള പുറപ്പാടായി. ഏതായാലും സന്ധ്യയായല്ലോ, രാത്രി നല്ലോണം ഇരുട്ടാവട്ടെ അതുവരെ എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് നീങ്ങി ഒളിച്ചൊരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നു എന്നർത്ഥം. നിർജ്ജരവൈരീപുരം ഗമിച്ചീനാൻ ആണ്. ആദ്യം തൊട്ട് വായിച്ചാൽ മതി. ഏതായാലും സമയമായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇത് തൊട്ട് വായിച്ചാൽ മതി. ഇത് അഹമഖിലഗതീവൻ അമരഗുരു ശാസനാൽ. അത് തൊട്ട് ഒന്ന് വായിക്കാം. ഒരു 5-6 മിനിറ്റ് എടുക്കും വിചാരിക്കണം, സാരമില്ല. അത് തുടങ്ങുമ്പോൾ കുറച്ച് നേരം വൈകില്ലോ. ശരി, എടുത്തില്ലേ? എല്ലാവരും എടുത്തു വിചാരിക്കണം.
ഓക്കെ. അഹമഖില ജഗദധിപനമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവ ശ്വവ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃ ചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പുക്കിടുവൻ. അനൃതമകതളിരിലൊരു പൊടുതുമറിവീലഹമാശു മാർഗം ദേഹി ദേവി നമോസ്തുതേ. തതനു കപികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതിയതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായാശുകനന്ദനൻ നിന്നതു കണ്ടവൾ. അതിലധിക തരവദന വിവരമൊടനാകുലം അദ്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവനതനയനുമതിനു ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജ മനസി ഗുരു കുതുകമുടു സുരസയും തഥാ നിന്നാളിരുപതു യോജന വായുമായി. മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാപിളർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി തുല്യനായുൾപ്പുക്കരുളിനാൻ. തതനു ലഘുതരമവനു മുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിക ചരണ സരസിജയുഗളമേവദേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമനത ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയോടഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനകം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജര ലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനത ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരി തനയനഖമറിക കപിവീരനീ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭസമയയ്ക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമിലമിതരുതരുത് രാമകാര്യാർത്ഥമായാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ.
വിഗതഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു, ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതൻ ഇവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനു മനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതും വാണെഴും ഛായാഗ്രഹിണിയും. സരിതതിപനുപരി പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. സരിതദീപനുപരി പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയ താരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടള വങ്ക്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം. ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫല കുസുമദലയുധ വിടവിസങ്കുലം. വല്ലീകുലാവൃതം പക്ഷി മൃഗാൻവിതം. മണികനകമയമരപുര സദൃശമമ്പുതി. മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ജഡിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശെ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പരയേ നമഃ.